നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പല മേഖലകളിലും പുരോഗമന കാഴ്ചപ്പാടുണ്ടെങ്കിലും മലയാളിക്ക് സ്വർണം ഒരു ദൗർബല്യമാണ്. അതിന് കല്യാണമായാലും നൂലുകെട്ടായാലും സ്വർണ്ണമില്ലേൽ എന്തോ ഒരു കുറവുണ്ട് എന്നൊരു തോന്നലാണ്. വിവാഹത്തിൽ മാത്രമല്ല, വിവാഹമോചനത്തിലും സ്വർണം വലിയൊരു തർക്ക വിഷയവുമാണ്. സ്ത്രീധനം നിയമവിരുദ്ധമാണെങ്കിലും വിവാഹത്തിന് കണക്കു പറഞ്ഞും പറയാതെയും സ്വർണം കടന്നുവരും. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ അയൽക്കാരിൽ നിന്ന് കടം വാങ്ങിയാണെങ്കിലും സ്വർണ്ണമാലയിടാതെ പോകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച് വിഷമിച്ച ഇടത്തരക്കാരുടെ തലമുറ ഇന്നും അറ്റുപോയിട്ടില്ല. കാതിലോ കഴുത്തിലോ ഒരു തരി പൊന്നില്ലാതെ എങ്ങനെ പുറത്തു പോകുമെന്ന ആദിയിൽ വെന്തുരുകിയ നീറുന്ന ഓർമ്മകളുള്ള എത്രയെങ്കിലും മുതിർന്ന സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. പുതുതലമുറ ഇത്തരം മിഥ്യാഭിമാനബോധത്തിൽ നിന്നൊക്കെ വലിയൊരളവോളം മോചിതരായെങ്കിലും ആ മാറ്റം ഇന്നും പൂർണ്ണമായിട്ടില്ല. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്ന നാൾ മുതൽ സ്വർണം സ്വരുക്കൂട്ടുന്ന അച്ഛനമ്മമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. പെൺകുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന ബോധത്തിലേക്ക് മാറിയിട്ടുമുണ്ട്. എന്നാൽ മറ്റു പലതും അടിമുടി പൊളിച്ചെഴുതിയ മലയാളി പക്ഷേ സ്വർണ്ണഭ്രമത്തിൽ അങ്ങനെ ഒരു പൊളിച്ചെഴുത്തിന് ഇനിയും തയ്യാറായിട്ടില്ല. ധരിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് അഭിമാന അടയാളമായി കാണുന്നവരുടെ എണ്ണവും അത്ര കുറവല്ല. മകളെ ആയാലും ദൈവത്തെയായാലും സ്വർണം കൊണ്ട് മൂടാൻ വെമ്പുന്നവർ ഇന്നുമുണ്ട്. എന്തിന് സമീപകാല കേരള രാഷ്ട്രീയ വിവാദങ്ങളിൽ തിളങ്ങി നിൽക്കുന്നതും സ്വർണം തന്നെയാണ്. ഇപ്പോൾ പവന് ലക്ഷം കടന്നു മുന്നേറുകയാണ്. ആ ഗ്രാഫ് ഇനിയും കുത്തനെ മേലേക്കു തന്നെ ചാടുമെന്നാണ് സൂചന. നിക്ഷേപം എന്ന നിലയിലും അടിയന്തര ആവശ്യങ്ങളിൽ ഉടനടി ഉപകാരപ്പെടുന്ന വസ്തു എന്ന നിലയിലുമൊക്കെ സ്വർണം വലിയ അനുഗ്രഹമാണ്. പക്ഷേ മഹാഭൂരിപക്ഷവും സ്വർണം വാങ്ങുന്നത് നിക്ഷേപ ആവശ്യത്തിനല്ല, ആഡംബരം കാണിക്കാനാണ്. സ്വർണത്തോടുള്ള ഈ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചില്ലേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കിള്ളിപ്പാലത്ത് നിന്നും മഹിയാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മഹി, സ്വർണം പവന് വില 1 ലക്ഷം കടന്നിരിക്കുന്നു. ഒരു നിക്ഷേപ വസ്തു എന്ന നിലയിലും ഒക്കെ വേണമെങ്കിൽ സ്വർണം കൊള്ളാം, അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നത് കൊള്ളാമെന്ന് പറയും. പക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഇപ്പോഴും മാറാത്ത ഒന്ന് സ്വർണത്തോടുള്ള വലിയ ഭ്രമമാണ്. നമ്മുടെ പല ചടങ്ങുകൾക്കുമൊക്കെ സ്വർണം മസ്റ്റാണെന്നൊരു തോന്നലാണ്. ഈ ഒരു തോന്നലിൽ നിന്ന്, ഈ ഒരു മിഥ്യാഭിമാനത്തിൽ നിന്ന് മലയാളി മാറി. നമസ്കാരം സാറേ, പിന്നെ രണ്ടുപേർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു സിനിമ, ഒരു നടന്മാർക്ക് എത്ര സ്നേഹമല്ല, നിങ്ങൾ രണ്ടുപേർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര സ്നേഹമാണ് നിങ്ങൾ രണ്ട് അവതാരത്തെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്വർണ്ണത്തിന് പൈസ ഉള്ളവർ വായിക്കും, പൈസ ഇല്ലാത്തവർ വായിക്കില്ല. അത് കൂടും, പൈസ ഉള്ളവർ ഉണ്ടാക്കി വയ്ക്കും. അത്ര അതല്ല, പൈസ ഉള്ളവർ വായിച്ചു വയ്ക്കും, കൂട്ടി വയ്ക്കും. ശരി. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണ്ണത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്നതൊക്കെ നല്ലത് കാര്യം തന്നെ, അതിൽ നമ്മൾ ഇടപെടേണ്ട. പക്ഷേ ഇപ്പോഴും മലയാളികളുടെ ജീവിതത്തിൽ ഈ സ്വർണം ഒരു ആഡംബര വസ്തുവായി, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ സ്വർണം ഒരു മസ്റ്റാണ് എന്നൊരു തോന്നൽ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. അത് മാറ്റേണ്ട കാലം ആയില്ലേ? നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ അഭിപ്രായത്തിൽ സ്വർണം ഇന്ന് എല്ലാ നിലക്കും ദൂരെ ജനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇന്ന് സ്വർണം ധരിക്കുന്നത് കാലിനും കൈക്കൊക്കെ ധരിക്കും. സ്വർണം കാലിന് കെട്ടിക്കഴിഞ്ഞാൽ പാടസ്ഥലം ഇതൊക്കെ എത്രയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നോ. ഇതൊക്കെ അനാവശ്യ ദൂരത്തല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കണം, സ്വർണം നമ്മൾ ഉപയോഗിക്കുന്നത് അത് അങ്ങേയറ്റം അപകടകരമാണ്. ഇന്ന് കളവ് കൂടുതലല്ലേ, കൊലപാതകങ്ങൾ. അതെ, കൊലപാതകം. ഈ അടുത്ത ദിവസം പോലും ഒരു കൊലപാതക ശ്രമം നടന്നത് 2 പവന്റെ ഒരു മാല തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ വിദേശത്ത് സ്വർണ്ണങ്ങൾ വരുന്നുണ്ട് കണ്ടമാനം. അത് പിന്നെ കുറെയൊക്കെ പിടിക്കുന്നില്ല. അതൊക്കെ ശരിക്കും ഒരു നിയന്ത്രണം വരുത്തേണ്ടത് തന്നെയാണ്. കാരണം സർക്കാരിലേക്ക് വരുന്ന വരുമാനമാണ് നടക്കുന്നത്. ഈ സർക്കാരിൽ തന്നെ ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട്. അതൊക്കെ വിറ്റിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തൊക്കെ ചെയ്യാനുണ്ടെന്നോ? ശരി, സർക്കാരിൻ്റെ അടക്കമുള്ള സ്വർണം വിറ്റ് ജനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ശ്രീ സൂപ്പി പറയുന്നത്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഈ വലിയ മാറ്റങ്ങൾ പല മേഖലയിലും ഉണ്ടായ ഒരു നാടാണ് കേരളം. പക്ഷേ ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലും വലിയ മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ ഒരു ഭ്രമം മലയാളിക്ക് വിട്ടുമാറിയിട്ടില്ല. ഈ സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു ഉരുപ്പടി ദേഹത്ത് വേണം എന്നൊരു നിർബന്ധം ഉള്ളതുപോലെയാണ് മലയാളിയുടെ ഇടപെടലുകൾ. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം സാറേ. സാറേ, പിന്നെ ഈ എലിവാണം പോലെ പുതുക്കി വരുന്നു
അപ്പോ ഈ വലിയ പൈസക്കാർ ഈ പൊങ്ക ചെയ്ത ബ്രീഡിമേന്റെ കഥ പോലെ മക്കളെല്ലാം പൊന്നില് ഇങ്ങനെ ഒട്ടാകെ മുക്കി കളിക്കുക. പിന്നെ ഒരു വാക്കുണ്ട്, പ്രൗഡ് ഗോസ് ബിഫോർ എ ഫോൾസ് എന്ന് പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് ഏറ്റവും ഈ പൂറായിട്ടുള്ള കൂട്ടർക്ക് അവര് കഷ്ടപ്പെടുന്നു, അന്നന്നത്തെ ജീവിതത്തിന് അവര് കഷ്ടപ്പെടുന്നു. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവര് ഇനിയിപ്പം കല്യാണത്തിന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു 10 പവന് എത്ര പൈസ, 10 ലക്ഷം, പിന്നെ 100 പവന് 100, അതൊന്നും കൊടുക്കാൻ കഴിയില്ല. 1 കോടി റുപ്യ, 1 കോടിയിൽ കൂടുതലായി വരും. ഒരു 1,10,000 1 കോടിക്ക് കിട്ടില്ല 100 പവൻ. 1 പവന് തന്നെ ഇപ്പോൾ ലക്ഷം കടന്നു. ഇനി അതൊരു ആഭരണമായി വരുമ്പോൾ അത് 1,10,000, 20,000, 30,000, 40,000, 50,000 എന്ന കണക്കിലേക്ക് മേലേക്ക് പോയത്തും അത്രമേ ഉള്ളൂ. അതെ. എന്നിട്ട് സാറേ അതിന് ഞാൻ പറഞ്ഞ ഈ ആർട്ടിഫിഷ്യൽ, അതായത് റോൾഡ് ഗോൾഡ് പോലത്തെ പിന്നെ ധരിക്കുക, അത് മരന്റെയും എന്തിനാ ശ്രീജിവാഹനൻ ഇപ്പൊ റോൾഡ് ഗോൾഡ് ഒക്കെ വിട്ട് പുതിയ ചെറുപ്പക്കാരൊക്കെ കണ്ടില്ലേ, അവരൊക്കെ കഴുത്തിൽ മാല, സ്വർണ്ണമാല ഇട്ടല്ല, അവരെത്രയോ നിറങ്ങളിലുള്ള വൈവിധ്യപൂർവമായ ഷേപ്പിലൊക്കെ ഉള്ള മാലകളൊക്കെ ഇട്ട് ധരിച്ച് അവര് ആ തരത്തിലാണ് നടക്കുന്നത്. പൈസക്കാരല്ല പറയുന്നത് സാറേ. അല്ലെങ്കിൽ ഇത് ആപത്താ. ഇതത്തെറിയ ഈറ്റകൾ പിടിച്ചു പറിക്കുന്ന ഹെൽമെറ്റ് ഇട്ടിട്ട് അതെല്ലാം CCTV പിന്നെ പിടിക്കുന്നുണ്ട്. അയച്ചേക്ക് അപമാനമാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി കണ്ടമാനോ 5ഉം 10ഉം പവനൊന്നും പിന്നെ കഴുത്തരിട്ടിട്ട് നടക്കണ്ട. ലോക്കറിൽ വെച്ച് നടന്നാൽ ഓർക്ക് സുരക്ഷിത. എന്താ പറഞ്ഞാൽ അത്രയും പിള്ളേർ, ചെറുപ്പക്കാരും കള്ളന്മാരും അതിനെല്ലാം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ അതുപോലെ കഴുത്ത് പിടിച്ച് പറിക്കുമ്പോ പിന്നെ മരണം വരെ സംഭവിക്കൂ. പിന്നെ മാനസികമായ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, പലപ്പോഴും നാട്ടിലൊക്കെ മാറ്റമുണ്ടായി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും ചോദിച്ചും ചോദിക്കാതെയും കണക്ക് പറഞ്ഞും അല്ലാതെയും ഒക്കെ പ്രധാനപ്പെട്ട വിവാഹമടക്കമുള്ള ചടങ്ങുകൾക്കൊക്കെ സ്വർണം ഒരു മസ്റ്റായി നിൽക്കുന്നുണ്ട്. ആ ഒരു മനോഭാവത്തിൽ നിന്ന് മലയാളി പൂർണ്ണമായി മാറേണ്ട കാലമായില്ലേ? നമസ്കാരം പറഞ്ഞു. പിന്നെ ഈ ഒരു കാര്യം എത്രയൊന്നും സ്വർണത്തിന് വില ആകുന്നതിന്റെ മുമ്പ് നമ്മളൊന്ന് പിന്നെ ബഹുമാനപ്പെട്ട നിങ്ങളെ ചാനലൊന്ന് കാണിച്ചിരുന്നോ? അന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇന്നിപ്പോ ഞാൻ പറയുന്നു സാറേ, ഈ സ്വർണത്തിനോടുള്ള ഭ്രമം ഈ സ്ത്രീകൾക്ക് അവസാനിക്കൂല. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അവര് കുട്ടി പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മിന്ന് കെട്ടണം, ഒരു ഇത് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് വന്നുകാണ്ട് എങ്ങനെയും വാങ്ങും. പിന്നെ സാറ് പറഞ്ഞ മാതിരി തന്നെ അയലോകത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കല്യാണത്തിന് പോകാണ്ടെന്നുണ്ടെങ്കിൽ അയലോകത്തുനിന്ന് ഒരു പണ്ടം വാങ്ങി തൽക്കാലം പോയി കെട്ടും. അത് വാങ്ങിപ്പോയി കെട്ടിയിട്ട് ഇതാവും. അതുപോലെ ഭ്രമാണത്. ആ ഭ്രമം തീരൂല. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു 10 ഉറുപ്പിന്റെ അതെന്തൊരു കുറിയും തറിയൊക്കെ കിട്ടിയാൽ ആ കുറിയും തറിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് അവിടുത്തെ വീട്ടിലെ ആൾക്കാരെ കാണാതെ പോയിട്ട് പിന്നെ സ്വർണ്ണപ്പീടി പോയിട്ട് ആ എല്ലാ കാശിന് നമ്മളാ കുറി കിട്ടിയതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിലും കൂടി ആ കാശിന് വല്ലതും വാങ്ങിക്കൊടുന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഈ ഭ്രമത്തിനാലെ നടക്കുകയാണ്. പിന്നെ ഇതുകൊണ്ട് കുറെ ആളിപ്പോ നേരത്തെ പറഞ്ഞ ആള് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ഇത് കക്കാനായിട്ട് തിരിഞ്ഞിട്ട് കുറെ ചെറുപ്പക്കാരുണ്ട്. കാരണം ഒരു ചെറിയൊരു കണ്ടം കിട്ടിയാൽ മതിയല്ലോ കുടിച്ചിറച്ചുമ്പോ. എന്നാലും കാശ് എത്രയാണ് കിട്ടുന്നത് സാറ്? അപ്പൊ ബഹുമാനപ്പെട്ട സാറിനോട് ഒന്ന് പറയാനുള്ളത്, ഈ ഭ്രമം മാറി കാണാം. ഈ ലോകത്ത് സാധിക്കൂല ഈ വനിതകളിലോട്ടോളം. മുഹമ്മദ്, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷം പേരും അങ്ങനെ സ്വർണം ധരിച്ചുകൊണ്ട് വരുന്നവരല്ല. അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരു അത്യാവശ്യം ഇടത്തരക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു വിദ്യാഭിമാനം തന്നെയാണ്. ഒരു സ്വർണ്ണമാല ഇല്ലാതെ എങ്ങനെയാണ് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ഒരു ചടങ്ങിന് പോകുന്നതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടികളൊക്കെ നോക്കൂ, അവർ മഹാഭൂരിപക്ഷം പേരും ഒരു തരി സ്വർണം പോലും ഇല്ലാതെ അവർ പുതിയ കാലത്തെ ആഭരണങ്ങളൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ധരിക്കാതെയും ഒക്കെ അവരവരുടെ സ്റ്റൈലിൽ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അതങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് സാറേ. അത് മറ്റു കുട്ടികളും കൂടി കാണണം, മറ്റു കുട്ടികളും കൂടി അത് പരിശീലിക്കണം. എന്നിട്ട് അങ്ങനെ നമ്മളെ ഈ നാട്ടിൽ അത് വെച്ച് തീർക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഇനിയും ഇതിന് ഒരു സ്വർണത്തിനെ പറ്റി ഒരു പിന്നെ
പൊതുവേദി ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഈ സ്വർണത്തിന്റെ വില 1,00,000 കടന്നു പോയിരിക്കുന്നു. ഇത് നിക്ഷേപം എന്ന നിലയ്ക്ക് ആളുകൾ വാങ്ങുന്നതൊക്കെ നല്ലതായിരിക്കും. സ്വാഭാവികമായും മറ്റേത് മേഖലയിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും കൂടുതൽ ലാഭത്തിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ മലയാളി, നല്ല ശതമാനം സാധാരണക്കാരായ മലയാളികൾ ഒക്കെ സ്വർണം വാങ്ങുന്നത് അങ്ങനെ നിക്ഷേപം എന്ന നിലയ്ക്കൊന്നുമല്ല. അവർ ആഭരണം എന്നായിട്ട് നിലയ്ക്കാണ്. പലപ്പോഴും ആഭരണം ഒരു ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് എന്നൊക്കെ നമ്മൾ ഒരു വിദ്യാഭിമാനത്തിൽ നിൽക്കുകയാണ്. അതിനൊരു മാറ്റം വരണ്ടേ? ശ്രീനിവാസൻ, തിരുവനന്തപുരം. ഈ പെണ്ണുങ്ങളുടെ ഭ്രമം ഒന്ന് കുറയ്ക്കണം. കാരണം ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരള സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സ്വർണം സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. ഒരു പവൻ സ്വർണം കിട്ടണമെങ്കിൽ 1,40,40,000 രൂപ വേണം. ഇപ്പൊ നമ്മൾ ജില്ലകളിൽ എടുക്കണമെങ്കിൽ 2 പവൻ സ്വർണം എടുക്കണമെങ്കിൽ 3 ലക്ഷം രൂപ. ഒരു കല്യാണം കഴിക്കണമെങ്കിൽ, ഒരു താലി കിട്ടണമെങ്കിൽ മിനിമം ഒരു 2 പവൻ ഇല്ലാണ്ട് ഒരു നടക്കില്ല. പക്ഷെ ഇത് പെണ്ണുങ്ങൾക്ക് താലി 2 പവൻ കിട്ടിയാലൊന്നും പോരാ, അവർക്ക് 5 പവൻ വേണം. താലി കെട്ടുന്ന സമയത്തും ഒരാഴ്ച മുപ്പാട്, കല്യാണത്തിന് മുപ്പാട് പെണ്ണുങ്ങൾ അന്വേഷിച്ച് തുടങ്ങും. എത്ര പവനാ കിട്ടണത്, പയ്യൻ എത്ര പവനാ കിട്ടണത്, 5 പവനാ കിട്ടണോ 10 പവനാ കിട്ടണമെന്ന് അന്വേഷിച്ച് നടക്കണ്. കൊതി, ഇതിന്റെ ഭ്രമം കുറയ്ക്കണം. ഈ വില കൂടുതൽ എന്നിരുന്നാലും അവർക്ക് ഭ്രമം കുറയില്ല. അത്യാവശ്യം ഇത്തിരി വില കൂടുതൽ ഒരു കുഴപ്പമില്ല എന്നാണ് എന്റെ ആവശ്യം. ഭ്രമം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. താങ്കളുടെ അഭിപ്രായം അങ്ങനെ വില കൂട്ടിയത് കൊണ്ട് ഭ്രമം കുറയ്ക്കണം. വില കൂടിയാലും കുറഞ്ഞില്ലെങ്കിലും അതിന്റെ ഭ്രമം കുറയ്ക്കേണ്ടത് തന്നെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ 1,00,000 കടന്നിരിക്കുകയാണ് സ്വർണത്തിന്. സ്വർണം നിക്ഷേപം എന്ന നിലയ്ക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും, അത് ഗുണമൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനെ ഒരു ആഭരണം എന്ന നിലയ്ക്കൊക്കെ അതിനെ സ്വീകരിക്കുന്ന ഒരു ആഡംബരമായി കാണുന്നത് ശരിയാണോ? അത് മാറ്റണ്ടേ? ലക്ഷം കടന്നോട്ട് എന്താ കുഴപ്പം? നമുക്കെന്ത്, പണമുള്ളവര് പിന്നെ വാങ്ങിച്ച് സൂക്ഷിക്കട്ട്, പിന്നെ മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. പക്ഷേ ഇപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സാധാരണക്കാരും ഇടത്തട്ടുകാരും അല്ലെങ്കിൽ താഴെ പരമാവധി ദരിദ്രരായി നിൽക്കുന്ന മനുഷ്യരൊക്കെ അവരുടെ ഇപ്പോഴും പൂർണ്ണമായും അവർക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂലുകെട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സ്വർണം വേണം എന്നുള്ള ഒരു സാമൂഹ്യ ബോധമുണ്ടല്ലോ. അത് ബോധത്തിൽ ഇപ്പോഴും മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവരാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. അവരെ വിധി എന്നല്ലേ പറയാൻ പറ്റൂ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചങ്ക പൊട്ടി ചാവാൻ പറ്റുമോ? ഒരു സാമൂഹ്യ വ്യവസ്ഥിതി മാറണ്ടേ? ഇപ്പോൾ മകളുടെ വിവാഹം നടക്കുന്നു, അപ്പോൾ ആ സമയത്ത് സ്വർണ്ണമില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ നാണക്കേടാണെന്നൊരു തോന്നലിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാവേണ്ടത്. സാറ് കുറച്ച് മുമ്പ് പറഞ്ഞായിട്ട് ഞാൻ ഇവിടെ ചിരിക്കുകയായിരുന്നു കേട്ടാ. ഞാനിത് പിന്നെ കേട്ട് ചിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം പല പല നല്ല മാലകളൊക്കെ ഇട്ട് അവര് പിന്നെ സ്വർണം വേണ്ടാന്ന് വിചാരിച്ച് നടക്കുന്നതായിട്ടാണ് സാറ് പറഞ്ഞത്. എന്റെ പൊന്ന് സാറേ, അവരെ കല്യാണം അങ്ങോട്ട് വരട്ടെ, അവരെ കോള് മാറും. അച്ഛനെ അമ്മയൊക്കെ എടുത്തിട്ട് ഉടുക്കും അവര്. നിങ്ങൾ മറ്റവർക്ക് അത്രയും കൊടുത്തില്ലേ, ഇവർക്ക് ഇത്രയും കൊടുത്തില്ലേ, അതിൽ 1 ഇഞ്ച് പോലും എനിക്ക് കുറയാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് വരും. ഇത് ഈ ചാനലിന്റെ മുമ്പേയും പബ്ലിക്കിനൊക്കെ വന്ന് ഇവര് സംസാരം അല്ലാതെ കാര്യത്തോടെടുക്കുമ്പോ ഇവരെയൊക്കെ സ്വഭാവങ്ങൾ മാറുമെന്ന് ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളാരും വിചാരിക്കും പോലെയൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും ഈ ചാനലിലൊക്കെ പിന്നെ ഈ യൂട്യൂബർമാരെ കൊണ്ടൊന്ന് ഇങ്ങനെ ഒരു മൈക്കിങ് കൊണ്ട് കാണിക്കാൻ പറയും, എനിക്ക് സ്വർണ്ണമുള്ളവനെ വേണ്ട, വന്നാൽ ഞാൻ ചൂലുകൊണ്ടടിക്കും. ഈ വീട്ടിൽ ചെന്നിട്ട് ഒരു കല്യാണത്തിന്റെ ഡേറ്റ് പിന്നെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ പറയും എനിക്ക് ഇത്ര പവൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ഡപത്തിൽ കയറില്ല എന്ന് പറയുന്ന ഇതേ പറയുന്ന പിള്ളേര് തന്നെ അങ്ങനെയുള്ളവരാണ്. പിന്നെ എന്നെ പോലെ നിങ്ങൾ മറ്റുള്ളവരെ പോലെയുള്ള സാധാരണക്കാരുടെ ഗതികേട് അങ്ങനെ പറയാനേ എനിക്ക് നിവർത്തിയുള്ളൂ. അല്ല എന്ത് ചെയ്യാനാ? ചാവാൻ പറ്റുമോ? ഒരു പെൺകുട്ടി എനിക്കും ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല. പിന്നെ ഒരു സമാധാനമുണ്ട്, മനസമാധാനമായിട്ട് ഉള്ളതും കൊണ്ട് മനസമാധാനമായിട്ട് പിന്നെ വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങാം. കള്ളന്മാരെ പേടിച്ചെടുത്ത് ഉറങ്ങണ്ട. അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും പുതിയ തലമുറയിലെ എല്ലാവരും താങ്കൾ പറഞ്ഞതുപോലെ അല്ല, വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാരും അങ്ങനെ തന്നെ. അല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പോഴും അങ്ങനെ മാറാത്ത ആളുകളും ഉണ്ട്. പണ്ട് സ്ത്രീകൾക്ക് തന്നെ സ്വർണം കുറഞ്ഞാൽ അതൊരു അപമാനമായി തോന്നുന്ന ഒരു സാമൂഹ്യ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതല്ല, അതിനകത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മാറ്റം പൂർണ്ണമല്ല. നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ 10 കൊല്ലമായിട്ട് ഞാൻ ഒരു മാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് ഒരു 6 പവൻ വരും കേട്ടാ. ഒരു 6 മാല ഇട്ടുകൊണ്ടാണെന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് അല്ലേ? അല്ല, പക്ഷെ അത് വെള്ളിയാണ്. വെള്ളിയാണ്. ഓക്കെ.
ഇല്ലെങ്കിൽ എന്റെ തല കാണില്ലായിരുന്നു ഇതിനിടയ്ക്ക്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ സംസാരിക്കില്ലായിരുന്നു. ശരി, ഞാനെങ്കിലും ഓക്കേ, ശ്രീ ഉണ്ണികൃഷ്ണൻ. വെട്ടിയെടുത്തോണ്ട് പോയാൽ എന്റെ തലയെടുത്തോണ്ട്. ശരി, ശ്രീ സന്തോഷാണ്, കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ മലയാളിക്ക് മറ്റ് പല നാടുകളിലും ഇല്ലാത്ത അത്ര ഒരു സ്വർണ്ണ ഭ്രമമുള്ള ആളുകളാണ് ഈ ആഘോഷങ്ങൾക്ക് ഇത്രയേറെ സ്വർണ്ണം ഉപയോഗിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വളരെ കുറച്ച് കാണും മലയാളികളെ പോലെ. എന്താണ് താങ്കൾക്ക് ഈ ലക്ഷം കടന്ന് സ്വർണം പോകുന്ന സാഹചര്യത്തിൽ പറയാനുള്ളത്? ഇത് ഭ്രമത്തിൽ ഉപരി ഇതൊരു അഭിമാനമാണ്. അഭിമാനമല്ലൊരു മിഥ്യാഭിമാനം. അതെ, ഞാൻ കൂടുതൽ സ്വർണം ധരിച്ചാലാണ് എന്റെ അഭിമാനം വർദ്ധിക്കുന്നത് എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയാണ്. അതെ, ഇപ്പൊ ഒരു വീട്ടില് കല്യാണം, ഇപ്പൊ ഒരു ചിലപ്പോ കുറച്ച് ഒരു സാമ്പത്തികം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളുടെ വീട്ടിലെ കല്യാണമാണ്. അവിടെ ചിലപ്പോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇത് 100 പവൻ മേടിക്കായിരിക്കും. തൊട്ടിപ്പുറമുള്ളവൻ അവിടെ കല്യാണം ചെയ്യുമ്പോൾ അവർ 100 പവൻ മേടിച്ചു, നമുക്കൊരു 50 പവനെങ്കിലും മേടിക്കും. അത് വാങ്ങുന്നത് ചിലപ്പോൾ കടവരിക്കും. കാരണം മറ്റുള്ളവരെക്കാട്ടിലും മുൻപിൽ ഇപ്പം ഒരു കല്യാണം നടക്കുമ്പോൾ തന്നെ ആ ഓഡിറ്റോറിയത്തിൽ മണ്ഡപത്തിലിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ആഭരണങ്ങൾ എത്രയുണ്ട്, ഇത് ആര് കൊടുത്തു, എത്ര പവനുണ്ട്, ഇതൊക്കെയാണ് സ്ത്രീകളുടെ ഇടയിൽ തന്നെ ചർച്ചാ വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഈ ആഭരണങ്ങൾ മാത്രമല്ല പുരുഷന്മാർക്കിടയിലും കൂടി ചർച്ച ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അതെ, പിന്നെ ഈ ആഭരണങ്ങൾ ധരിക്കാത്ത ആൾക്കാരില്ലേ ഇവിടെ ഈ സമൂഹത്തില്? അവർക്കെന്താ അഭിമാനത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ലല്ലോ. ഒരു ആഭരണം ധരിച്ചുകൊണ്ട് സന്തോഷം, ശരിയാണ്, ആഭരണം ധരിച്ചുകൊണ്ട് ഒരാളുടെ അഭിമാനം കൂടുകയോ ആഭരണം ധരിക്കാത്തത് കൊണ്ട് ഒരാളുടെ അഭിമാനം കുറയുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിന് പെന്തക്കോസ്റ്റ് വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരും ആഭരണം ധരിക്കുന്നില്ല. പക്ഷെ അവരെ ആഭരണം ധരിച്ചവർ മറ്റവർ അവരെ കുറച്ചിലായിട്ടാണ് കാണുന്നത്. പക്ഷെ അവരെ വീട്ടിലൊന്നും അധികം കള്ളന്മാരൊന്നും കയറുന്നുമില്ല, മോഷണങ്ങൾ നടക്കുന്നില്ല. ഈ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് നടക്കുമ്പോൾ തന്നെയാണ് ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും കൂടി. പ്രധാനമായും പണമുള്ള മൂല്യമുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വസ്തു എന്ന് പറയുന്നത് ഒന്നുകിൽ പണമാണ്, ക്യാഷാണ്, അല്ലെന്നുണ്ടെങ്കിൽ സ്വർണ്ണമാണ്. അതാണ് ഏറ്റവും എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നത്. അത് മാത്രമല്ല സാറേ, ഒരു 100 പവൻ കൊടുത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ആ സാമ്പത്തികത്തിന്റെ സ്വർണം കുറഞ്ഞു എന്ന പേരിൽ തന്നെ 1 വർഷത്തിനുള്ള ഡിവോഴ്സ് ആവും. അങ്ങനത്തെ വരെ സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പം ഇപ്പൊ ഇനി ചിന്തിക്കേണ്ടത് പെൺകുട്ടികളുടെ രക്ഷിതാക്കളാണ് ചിന്തിക്കേണ്ടത്. പെൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ചിന്തിക്കണം. ഞങ്ങളിങ്ങനെ സാമ്പത്തികം ഇല്ല, സ്വർണം ചോദിച്ചു വരുന്നതിന് കഴിച്ചു കൊടുക്കില്ലാന്ന്. അതേപോലെ ആൺകുട്ടികളും രക്ഷിതാക്കളും അങ്ങനെ ഒരു ഇത് കാണണം. ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര പവൻ തരുന്നവനെ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ആ കാഴ്ചപ്പാട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, ഈ മറ്റ് പല നാടുകളിലും ഉള്ളതുപോലെ അല്ല മലയാളിക്ക് ഇപ്പോഴും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വർണത്തോടുള്ളൊരു ഭ്രമം അത് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. അതിങ്ങനെ ശക്തമായി തന്നെ നമ്മളുടെ ഇടയിൽ നിൽക്കുകയാണ്. അതിനൊരു മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചില്ലേ? നമസ്കാരം സാർ. നമസ്കാരം. തീർച്ചയായിട്ടും മലയാളികളുടെ മനോഭാവം മാറണം. കാരണം ഈ സ്വർണത്തിന് 1 ലക്ഷത്തിന് മുകളിൽ ഇപ്പൊ വിലയായി. അപ്പം ദയവ് ചെയ്ത് ഈ പരിപാടി കേൾക്കുന്ന പെൺകുട്ടികള് യാതൊരു കാരണവശാലും സ്വർണം അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ അടുത്ത കാലത്തായിട്ട് കൊലപാതകങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും സ്വർണം അണിയാതെ നടക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഭൂമിയിലിപ്പം ഏറ്റവും വിലയില്ലാത്ത വസ്തു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ എത്ര അനുഭവം വന്നിട്ട് പഠിക്കുന്നില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഇത്തരം പരിപാടിയിൽ കൂടുതൽ സ്ത്രീ വിഭാഗം ഈ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി രംഗത്ത് വരണം കൂടി ഞാൻ പറയുകയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശശിധരനാണ്, വയലാറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശശിധരൻ, കുറച്ചു കാലമായെന്ന് തോന്നുന്നു വിളിച്ചിട്ടല്ലേ? താങ്കൾക്ക് ഈ വിഷയത്തിലൊക്കെ ജീവിതം അനുഭവം കൂടുതലുള്ളയാൾ എന്ന നിലയ്ക്ക് വ്യക്തമായി പറയാൻ കഴിയും. പണ്ട കാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഈ സ്വർണ്ണമില്ലാതെ എങ്ങനെ ഒരു കല്യാണത്തിന് പോകുമെന്നൊക്കെ ആദ്യ പൂണ്ട സ്ത്രീകളൊക്കെ കടം വാങ്ങിയൊക്കെ മാല ഇട്ടേ പോകാൻ കഴിയൂ എന്നൊക്കെ കരുതിയവർ, അങ്ങനെ മാല കിട്ടാനില്ലെങ്കിൽ കല്യാണത്തിന് പോകാതിരുന്നവർ. ഇപ്പോഴത്തെ പുതിയ തലമുറ അതിലൊക്കെ വലിയ മാറ്റമുണ്ട്. പക്ഷെ അപ്പോഴും മാറ്റം പൂർണ്ണമല്ല. നമസ്കാരം കിരൺ. നമസ്കാരം. എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്ന് കരുതിയാണ് വിളിയുടെ എണ്ണം കുറച്ചത്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഈ സ്വർണ്ണം എന്റെ അനുഭവത്തിൽ പറയുമ്പോ നമ്മൾ മലയാളിയാണ് ഇതിന്റെ 1ാം സ്ഥാനത്തേക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ യാദൃശ്യമായിട്ടൊന്ന് ബോംബെ പോകേണ്ട അവസരം ഉണ്ടായി കുറച്ചു കാലം മുമ്പ്. അപ്പോ
എന്റെ അനുഭവത്തിൽ കണ്ടത് അവിടെയുള്ളവരെ വേണം സമ്മതിക്കാൻ. എത്ര പണമുണ്ടെങ്കിൽ തന്നെ അവർ മറ്റ് ഓർണമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഒരു ഭംഗിക്കുറവുമില്ല. പക്ഷെ ഇവിടെ ഇതിനുള്ള ഭ്രമം മൂത്ത് ആകപ്പാടെ ഭ്രാന്തെടുത്ത പോലെയാണ് ഇവിടെ ജനം കഴിഞ്ഞത്. ഇപ്പൊ എന്റെ അനുഭവത്തിൽ പറയുമ്പോഴത്തേക്കും ഈ വിലവർദ്ധന ഞാൻ സ്വാഗതം ചെയ്യാണ്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കൊണ്ടുവന്ന ഒരു അരപ്പവന്റെ അല്ല ഒരു പവന്റെ സ്വർണ്ണം കണ്ട പണയം വെച്ചാൽ ഒന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ. ഒരാവശ്യത്തിന് ചെന്ന് ഒരു പവന്റെ പണം വെച്ചാൽ ഇപ്പൊ 75,000 വരെ കൊടുക്കുന്നുണ്ട്, ഇപ്പൊ 80,000 വരെയൊക്കെ. അപ്പൊ അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യം നടക്കുന്നു. പിന്നെ ഇപ്പൊ പുതുതായിട്ട് പോകുന്ന ഇപ്പൊ സ്വർണ്ണക്കടകളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ചെറിയ ചെറിയ കടകളുടെയൊക്കെ ഒരു ബിസിനസ്സും നടക്കുന്നില്ല. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉള്ള വിലയല്ല ഉച്ചയ്ക്കുള്ള വിലയല്ല വൈകിട്ട്. അങ്ങനെ ഈ മണിക്കൂർ കണക്കിന് വില ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കയറി അങ്ങ് പോവുകയാണ് വില. ഇപ്പൊ ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വെള്ളരിക്കുണ്ടിൽ പുള്ളി പറഞ്ഞ പോലെ അല്ല അവസ്ഥ. മനുഷ്യന് വിലയില്ലെന്നല്ല, ആണുങ്ങൾക്ക് വിലയില്ല, പെണ്ണുങ്ങൾക്ക് വില. കാരണം അവരുടെ മേത്ത് കിടക്കണതിന്റെ ഉരുപ്പൊടിയുടെ വിലയാണുള്ളത്. അതാ പോയാ പിന്നെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ ജീവൻ വരെ പണയം വെച്ച് വേണം ഈ ആഭരണത്തിൽ നടക്കണവർ ഇനി നടക്കാനെന്നുള്ളത് സത്യമാണ്. കാരണം ഇനി മോഷണങ്ങളും പിടിച്ചുപറിയൊക്കെ വർദ്ധിക്കും. കാരണം ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും എത്ര മേടിച്ച കടയുടെ ഹോൾമാർക്ക് വേണം മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒതുക്കാനൊരു ലോബി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സ്വർണ്ണ വിലയുടെ കയറ്റം ഒരു വല്ലാത്ത ആപത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. ഏതായാലും സ്വർണം ഇപ്പൊ ഒരു വില്ലനാണ്. കാരണം രാഷ്ട്രീയത്തിലാണേലും നമ്മുടെ നിത്യജീവിതത്തിലെ സംസാര വിഷയങ്ങളാണേലും എല്ലാം സ്വർണത്തെയും മുങ്ങിക്കിടക്കുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എല്ലാം സ്വർണത്തെ തൊട്ടാണ് വിവാദങ്ങൾ അത്രയും. ശ്രീ സന്തോഷ് കുമാറാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, യഥാർത്ഥത്തിൽ ഈ സ്വർണത്തോടുള്ള ഭ്രമം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദമൊക്കെ നോക്കിയാൽ ദൈവത്തിനായാലും ആളുകൾ സംഭാവന നൽകുന്നത് സ്വർണ്ണമാണ്. കൂടുതൽ സ്വർണ്ണമുള്ള ദൈവം, നമ്മുടെ ദൈവത്തിന് കൂടുതൽ സ്വർണം വേണമെന്നുള്ള മട്ടിലൊക്കെ അങ്ങനെയൊക്കെ എല്ലാ തരത്തിലെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണഭ്രമം എല്ലാ തരത്തിലും മാറേണ്ടതല്ലേ? എന്റെ പേര് മാറ്റില്ല. അല്ല, അടുത്ത ആളിനോട് വിളിച്ചാണ്, ക്ഷമിക്കണം. ശ്രീ സന്തോഷ് കുമാറാണ് കോഴിക്കോട് നിന്നും. ശ്രീ സന്തോഷ് പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, എനിക്ക് കാര്യമായിട്ട് പറയാനുള്ള വെച്ചാൽ വേറെ ഒന്നും ഇല്ലായിട്ടല്ല. എന്താ വെച്ചാല് ഇപ്പം കഴിയണതും എന്താ വെച്ചാൽ ഇപ്പൊ ഇതുവരെ ഇപ്പൊ നമ്മളൊക്കെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത ആളാണ്. അന്നൊക്കെ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തൽക്കാലം ഒരു 3 സെന്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇനിയുള്ള കാലമുള്ള ആളുകൾക്കൊന്നും അതൊന്നും നടക്കൂല. എന്താ വെച്ചാൽ കേരളത്തിൽ സ്വതവേ ആത്മഹത്യ കൂടുന്നുണ്ട് കാരണം കുറെയൊക്കെ തന്നെയാണ്. ഇമ്പക്കൊക്കെ ശരിക്കും ഉദാഹരണത്തിന് ഒരു കൊറോണ ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ജീവിക്കുക, കല്യാണം എങ്ങനെ നടത്താം, സ്വർണ്ണം എങ്ങനെ കൊടുക്കാന്നുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ നമ്മള് കേരളീയര് മറന്ന്. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു കൊറോണ സമയത്തൊക്കെ കഴിച്ച മാതിരത്തെ ഒരു കല്യാണം ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ സാധാരണക്കാരെ ഇനിയും ആത്മഹത്യ ചെയ്യും. അതവിടെ സംഭവിക്കാൻ പോണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ ഈ സാറ് പറഞ്ഞല്ലോ ഇപ്പോഴത്തെ കുട്ടികളൊന്നും സ്വർണ്ണം ഉപയോഗിക്കില്ലെന്ന്. ശരിയാണ്, കുറെ കുട്ടികൾ സ്വർണ്ണം ഉപയോഗിക്കില്ല, ഞാനും കാണുന്നുണ്ട്. പക്ഷെ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന്റെ ഘട്ടമെത്തുമ്പോൾ ഇവരൊക്കെ സ്വഭാവം മാറും. അപ്പൊ എന്താ പറയുക, ഇത് ഒന്നര സാറേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആളുകളുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ്. അല്ലാണ്ട് ഓർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ ആളുകൾ എന്താ വിചാരിക്കുക, നമ്മൾ ഫംഗ്ഷന് വിളിക്കുന്നവരുണ്ടാകുമല്ലോ, ഇവര് വേഗം നോക്കുക അതാണ്. പെണ്ണുങ്ങളാണ് അധികം ശ്രദ്ധിക്കുക സ്വർണത്തിന്റെ കാര്യത്തിൽ. അതപ്പോ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഓർക്കൊരു മോശമല്ലേ. ഇതൊക്കെയാണ് മെയിനായിട്ട് കേരളത്തിൽ ആ സംഭവം എന്നുണ്ടെങ്കിൽ വെച്ചാൽ ഒരു കല്യാണം തന്നെ കഴിക്കണമെങ്കിൽ എത്ര ഉറുപ്പ്യ വേണം? ഹലോ, താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സ്വർണ്ണം മറ്റ് മേഖലയിലുള്ള മാറ്റം സ്വർണ്ണഭ്രമത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായും മലയാളി മാറിയിട്ടില്ല എന്ന് പറയാമോ? അല്ല, ഗുഡ് ഈവനിങ്. ഇത് സ്വർണത്തിന്റെ ആഭരണത്തിന്റെ മാത്രമല്ല, പല ഇന്റർനാഷണൽ ഫാക്ടേഴ്സും പല സംഗതികളൊക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്നതുകൊണ്ടാണ്. കാരണം സ്വർണത്തിനെക്കാട്ടിലും ഡിവിഡൻഡ് കിട്ടുന്ന നല്ല ഒന്നാന്തരം കമ്പനികളുടെ ഷെയർസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെ കുറവല്ലേ ഉള്ളൂ. പിന്നെ ഇതിന്റെ നമ്മുടെ വിഷയം ഒരാൾ നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണം കാണുന്നതിനെ നമ്മൾ എതിർക്കേണ്ട, അവിടെ ലാഭമാണെങ്കിൽ ചെയ്യാം. നമ്മുടെ വിഷയം അതല്ല. ഈ സ്വർണം ഭൂരിപക്ഷം സാധാരണക്കാരായ മലയാളികളും സ്വർണം വാങ്ങുന്നത് നിക്ഷേപം എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ആഭരണങ്ങളായിട്ടാണ്. നിക്ഷേപം വാങ്ങുന്ന ഒരു ആഭരണമായിട്ടല്ലോ വാങ്ങുന്നത്. മറ്റേ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. കാരണം നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് ഭൂമി വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഈ ഇൻഫ്ലേറ്റഡ് എന്ന് പറയും, ഹൈലി ഇൻഫ്ലേറ്റഡ് റേറ്റ്സ് വെച്ചിട്ട് ഇപ്പൊ ഭൂമി ആർക്കും വേണ്ട. പല സ്ഥലങ്ങളുടെ രജിസ്ട്രേഷനൊന്നും നടക്കുന്നില്ല.
അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡോളറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു ലോക സാമ്പത്തിക ശക്തി അല്ലാതായി. പിന്നെ ETF എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്. നമുക്ക് ഫിസിക്കലായിട്ട് സ്വർണം കയ്യിൽ വേണമെന്നില്ല, ETF ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതും അത് ഇതാവുന്നതും ഒക്കെ. ഇപ്പൊ വസ്തുത താങ്കൾ ഈ സ്വർണത്തിലേക്കേ ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം ഈ ആഭരണം ജനങ്ങൾ ഒരു വലിയ മാസ് ജനങ്ങൾ സ്ത്രീകളുടെ എടുത്തിട്ടുണ്ട്. വെള്ളിയുടെ വില കണ്ടിട്ടുണ്ട്, അതിന്റെ അപ്രീസിയേഷൻ സ്വർണത്തിനേക്കാളും കൂടുതലാണത്. കാരണം വെള്ളിക്ക് ഇൻഡസ്ട്രിയൽ യൂസ്. അല്ല ശ്രീ ഡേവിഡ് വിജയ്, നമ്മുടെ വിഷയം അതല്ല. നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് നിക്ഷേപമായിട്ട് സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ ഭൂമിയോ മറ്റേതെങ്കിലും ഷെയറോ ഒക്കെ നിക്ഷേപിക്കുന്നതല്ല. മലയാളിക്ക് അവരുടെ ചടങ്ങുകളിലൊക്കെ ഈ സ്വർണം മസ്റ്റാണ്. ഒന്ന് കേൾക്കൂ, സ്വർണം മസ്റ്റാണെന്നൊരു തോന്നൽ, ആ ഒരു തോന്നൽ നിന്ന് മലയാളി ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. അതാണ് അത് നമ്മുടെ മാതാമൃതാനന്ദമയി ഒരിക്കൽ പറയുകയുണ്ടായി. എന്നെക്കാളും വളരെ പരിണിത പ്രജ്ഞയും വളരെ വിവരമുള്ള ഒരു അവരാണല്ലോ, ഒരു സ്വാമിജിയാണല്ലോ അമൃതാനന്ദമയി. പുരുഷന്മാർക്ക് മദ്യത്തോടും സ്ത്രീകൾക്ക് സ്വർണത്തോടും ഉള്ളത് ഇവിടെ കൂടുതലാണെന്ന്. അതൊന്നും മാറ്റാൻ പറ്റില്ല, അതൊക്കെ അങ്ങനെ നടക്കുന്നത്. അതിൽ വലിയ കാര്യമൊന്നും ആക്കണ്ട, അവർ തന്നെ തന്നെ അതിന് പിന്മാറിപ്പോ. ശരി, ഓക്കെ. ശ്രീ ഹരിമോഹനാണ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഹരിമോഹൻ, ഒരു ചടങ്ങാണെങ്കിൽ അവിടെ ഒരു സ്വർണം വേണം എന്നൊരു തോന്നലിൽ നിന്ന് ഇപ്പോഴും മലയാളി മാറിയിട്ടില്ല. അത് ആ മെന്റാലിറ്റി മാറ്റണമെങ്കിൽ നമ്മൾ 3-4 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ സ്കൂൾ മുതൽക്ക് തുടങ്ങണം. ഈ ഒരു കുട്ടികൾക്ക് ആ ഒരു അവയർനെസ് വരുത്തണം, ഗോൾഡ് ക്രേസ് നമ്മൾ നിർത്തണം എന്നുള്ളത്. ഇനിയൊന്ന് ലോ, നമുക്ക് ഡൗറിയിൽ റെസ്ട്രിക്ഷൻ വെക്കുന്ന പോലെ തന്നെ ഒരു മാരേജിൽ ഇത്ര സ്വർണം വെക്കണം എന്ന് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് എഗെയിൻസ്റ്റ് ലോ ആയിട്ട് തന്നെ വെക്കണം. അത് എങ്ങനെ അത് കൊണ്ടുവന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു ലോയറുണ്ട്. പക്ഷെ അത് ചെയ്യണം. മാത്രമല്ല, നമ്മുടെ ഈ ഫോർ എക്സാമ്പിൾ റിലീജിയസ് ആയിട്ടുള്ള ഹെഡ് തന്നെ ഇതിൽ നടുവിൽ നിന്ന് മധ്യസ്ഥം ചെയ്തിട്ട് ഇത്ര പവൻ കൊടുത്തോ എന്നാലേ മറ്റേ നടത്തുള്ളൂ എന്നുള്ള സ്ഥിതി പോലും ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ 100 പവൻ കൊടുത്തില്ലെങ്കിൽ നാളെ മറ്റേ നടക്കില്ല എന്ന് അതിന്റെ റിലീജിയസ് ആയിട്ടുള്ള ഹെഡ് തന്നെ പറയാം. അതൊക്കെ മാറ്റിയിട്ട് അവര് ഇതിന്റെ നിന്നിട്ട് ഇത് പാടില്ല, ഇതിന് പകരം നിങ്ങൾ മെറ്റീരിയൽ ആയിട്ട് എന്തെങ്കിലും കൊടുത്തോളൂ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോളൂ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരണം. ഇതൊരു കുറവായിട്ട് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ഇത് പാവപ്പെട്ട കുട്ടിക്ക് വലിയൊരു ഭാരമാണ്. ഒരു ഗേളിന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ചെയ്ത് ആർക്കാ എന്താ ഗുണമുള്ളത്? അഫ്കോഴ്സ് ഒരു നെസസിറ്റി വന്നാൽ അത് വിൽക്കാം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതുപോലെ ആരെങ്കിലും കട്ടുണ്ടോവേ അല്ലെങ്കിൽ ഈ തമ്മിൽ ഡൗറി ഇഷ്യൂസ് വരലും കത്തിക്കലും പിടിക്കലും ഒക്കെ കാണുന്നുണ്ട്. എല്ലാം സ്വർണം തന്നെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് മലയാളിയുടെ മനസ്സെന്ന് തീർച്ചയായിട്ടും നമ്മൾ മാറ്റണം. അതൊരു സ്വർണത്തിനോടുള്ളൊരു ആ ഒരു എന്താ പറയാ ഒരു പാഷൻ കുറച്ചേ പറ്റൂ. അത് പല വിധത്തിലും ചെയ്യണം. ലോവും നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ടും റിലീജിയസ് ഹെഡ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹേഷാണ്, ഹരിപ്പാട് നിന്നാണ്. ശ്രീ മഹേഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ മഹേഷ, പറഞ്ഞോളൂ. സ്വർണത്തിനെക്കാട്ടി ഏറ്റവും വലുത് മനസ്സാണ്. പറഞ്ഞോളൂ. ഹലോ ഹലോ താങ്കൾ പറഞ്ഞോളൂ. സ്വർണത്തിനെക്കാട്ടി ഏറ്റവും വലുത് നമ്മുടെ മനസ്സാണ്. താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ ശ്രീ മഹേഷ്. സ്വർണം പിന്നെ രണ്ടാമത്തെ കാര്യമാണ്. എനിക്കൊരു തെങ്ങിൻ്റെയാണ്. ശരി, ഓക്കെ. ശ്രീ ഉമ്മറാണ് വഴിക്കടവിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉമ്മർ, താങ്കൾ നേരത്തെയൊക്കെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്നതാണല്ലോ, ഇടയ്ക്ക് വിളി കാണുന്നില്ല. ഇപ്പോഴാണ് നാട്ടിലെത്തിയത്. കേട്ടില്ല. പുറത്തായിരുന്നു, അതാണ് വിളിക്കാതിരുന്നത്. ആണോ? വേറെ രാജ്യത്ത് വല്ലതും ആയിരുന്നോ അതോ? അതെ 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 അതെ. ശരി, ഓക്കെ. താങ്കൾക്ക് ഈ സ്വർണത്തോടുള്ള ഈ മലയാളിയുടെ ഒരു ഭ്രമം അതിപ്പോഴും പൂർണ്ണമായും വിട്ടുമാറുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലയാളികളും ഇന്ത്യക്കാരും മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ മഞ്ഞലോകത്തോടുള്ള ഭ്രമം ഒരിക്കലും നശിക്കൂല. അതിന്റെ കാരണം എന്താ വെച്ചാല് അതങ്ങനെ പിന്നെ ഒരു ഒരു നിയമം, പ്രകൃതിയുടെ നിയമം പോലെ ഒരു നിയമമാക്കി മാറി. ഒരു കല്യാണം അങ്ങനെയാണെങ്കിൽ ശ്രീ ഉമ്മർ, ഈ മറ്റ് പല രാജ്യങ്ങളിലേക്കുള്ള ആളുകളൊന്നും വിവാഹത്തിനോ അല്ലെങ്കിൽ അവരുടെ ചടങ്ങുകൾക്കോ ഒന്നും സ്വർണം ഉപയോഗിക്കാത്ത എത്രയെങ്കിലും നാട്ടുകാർ ഈ ലോകത്തുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ എന്തെങ്കിലും അവനാന്റെ പൈസ ഉള്ള ആൾക്കാർ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അതല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ എന്തെങ്കിലും വരുമാനമുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിയിടുന്നുണ്ടല്ലാതെ ഇതേപോലെ സ്വർണത്തിൽ കുളിപ്പിച്ചു വിടുന്ന ഒരു സംസ്കാരം കേരളത്തിലാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയിലെ മൊത്തത്തില് ലോക ബാങ്കിനെക്കാളും സ്വർണ്ണം ഉണ്ടാകുക ഇന്ത്യയിലെ പെണ്ണുങ്ങളെ മേത്താ എന്റെ അഭിപ്രായത്തില്.
കൊണ്ടുവന്ന് സൂക്ഷിച്ച് ലോക്കറിൽ വരെ വെക്കാതൊക്കെ വീട്ടിന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് കണ്ടില്ല 500 പവനോ 600 പവനൊക്കെ ഓരോ കള്ളന്മാർ വന്ന് കൊണ്ടുള്ളത്. അതിന് ആ ആറ്റിറ്റ്യൂഡ് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള മതങ്ങൾ ഇപ്പൊ ഇവിടെ മതപരമായ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത്. മതപരമായ ആൾക്കാർ ഇത്തരം രംഗങ്ങളിൽ പ്രവേശിക്കൂല, പങ്കെടുക്കൂല എന്നാണ് പറഞ്ഞാൽ മതി. അപ്പൊ കുറെ മാറ്റങ്ങൾ വരും. ഇവിടെ ഓരോ മൂല്യന്മാർ ഇതിനെല്ലാം മതപരമായ ചടങ്ങുകളൊക്കെ നടത്തുന്ന ഇത്തരം മത സമുദായ വ്യവസ്ഥയുടെ അപ്പോസ്തലന്മാരായി നിൽക്കുന്നവരല്ലേ എല്ലാ കാലത്തും ഇതിനൊക്കെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതല്ല, അത്തരം പരിപാടിയിൽ ഇവർ പങ്കെടുക്കൂല എന്നാണ് പറഞ്ഞാൽ മതി. അപ്പൊ ഇവര് മാറ്റി വെക്കും. ഇതുവരെ അവര് വന്നിട്ട് അവർക്ക് പിന്നെ അങ്ങനത്തെ ആൾക്കാർ വരെ അത് ഈ നടത്തുന്ന സംഘടനകൾക്ക് വരെ എത്രയാണോ ആഭരണം കൊടുക്കുന്നത് വെച്ചാൽ അതിന്റെ കമ്മീഷൻ വരെ മേടിക്കുന്ന ആൾക്കാർ മിനിമം അവരുടെയൊക്കെ കുടുംബത്തിലെ വിവാഹത്തിനോ സ്വന്തം വിവാഹത്തിനോ എങ്കിൽ പോലും മാതൃക കാണിക്കാത്ത ആളുകളാണ് ഇവരൊക്കെ. അവരൊക്കെ ആഡംബരം കാണിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം വരുന്ന ഈ മത നേതാക്കളും. അതെ അതെ, നമ്മുടെ അറിവിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞോ 1-2 ആൾക്കാരെ കാണാൻ കുറച്ചെങ്കിലും ഇട്ടിട്ട് ബാക്കി 10, 300, 500 പവനും പൊതിഞ്ഞു കൊടുത്ത് വീട്ടിലേക്ക് കൊടുത്തു വിടുന്ന ആൾക്കാരല്ല അധ്യക്ഷന്മാരൊക്കെ. അതല്ലെങ്കിൽ അത്രയും വലിയ സാമ്പത്തിക ആൾക്കാർ. മതാധ്യക്ഷന്മാരെടുത്തൊക്കെ എത്ര കിലോ സ്വർണ്ണം ഉണ്ടാവും എന്നുള്ളത് തപ്പി നോക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ. അതിനൊക്കെ ശരിക്ക് കറക്റ്റ് നമ്മൾ GST കൊണ്ടുവന്നത് പോലെ ഇതേപോലത്തെ നിയമം കൊണ്ടുവരണം. ഇവിടുത്തെ എത്ര ഉണ്ട് എന്നുള്ള കണക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരണം. അങ്ങനെ വരുമ്പോഴേ ഈ സാധനത്തിന് ഇതിന് വാല്യൂ വരുള്ളൂ. പിന്നെ ലോക വിപണി മൊത്തം അടിച്ചു കയറി പണത്തിന്റെ വില നമ്മുടെ നോട്ടിന്റെ വില പോയി, GDP തകർന്നു. അതാണ് മെയിനായിട്ട് ഇപ്പൊ ഇതിന് ഇങ്ങനെ വില കയറുണ്ടായ കാരണം. അമേരിക്കയിൽ ഇന്ന് 1 കിലോ പോത്തിറച്ചിന്റെ വില 72,000 റുപ്യ, ഇന്ത്യൻ റുപ്യ വെച്ച് നോക്കിയാ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും? അപ്പൊ അവിടുത്തെ അവസ്ഥ ഇത് തന്നെ. ഇത് ലോകത്തിൽ മൊത്തം ഉള്ളതാണ്. അപ്പൊ അത് പിന്നെ ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലോകം മൊത്തം വിലക്കയറ്റവും നോട്ടുകൾക്ക് തന്നെ സാധനത്തിന് വില ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 90-100 റുപ്യ കൊടുക്കണം ഒരു ഡോളർ കിട്ടണമെങ്കിൽ. 72 റുപ്യ കിലോ ഇറച്ചിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പൊ ഇത് ഈ നാട്ടിൽ നേരാണെന്നുണ്ടെങ്കിൽ മതാധ്യക്ഷന്മാർ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതല്ലെങ്കിൽ മതമല്ലാത്ത ആൾക്കാർ ഇങ്ങനത്തെ കല്യാണങ്ങളോ നടത്തുന്നില്ല. അവരത് എന്തെങ്കിലും വല്ല രജിസ്റ്റർ ഓഫീസിലോ മറ്റു കാര്യങ്ങളിലോ നടത്താം. അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാവില്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോയി നോക്കി ഒരു റുപ്യന്റെ പരിപാടി നടക്കണില്ല. അവർ പരസ്പരം കല്യാണം കഴിക്കണമെന്നുണ്ട് വല്ല പഞ്ചായത്തിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അതല്ലെങ്കിൽ ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നാണ്. ശ്രീ ശരത്ത്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ആദ്യമേ ന്യൂസ് 18 പൊതുവേദി പ്രശ്നത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. ശരി, താങ്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ നേരുന്നു. നല്ല ക്രിസ്മസ് ഉണ്ടാവട്ടെ. ക്രിസ്മസ് ആഘോഷമൊക്കെ തുടങ്ങിയല്ലോ. അപ്പൊ ഞാൻ ഇതിൽ പറയാനുള്ളത്, നമുക്ക് ഈ സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ജനങ്ങൾക്ക് ഒരു ഭ്രമമാണ്. കാരണം ഒരു പുതിയ വീട് വെച്ച് പാലുകാച്ച് ആയാലും ഒരു ജന്മനാളായാലും ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സ്വർണ്ണമാണ്. സ്വർണ്ണം എടുക്കാൻ പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചുകൊണ്ട് ഫാമിലി ആയിട്ട് സ്വർണ്ണം എടുക്കാൻ പോകും. അതേപോലെ തന്നെ ഈ അനധികൃതമായിട്ട് സ്വർണം കൊണ്ടുവന്ന ഒത്തിരി കേസുകൾ നമ്മളിപ്പം കേട്ടിട്ടുണ്ട്. അപ്പം സ്വർണത്തിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും അധികം സ്വർണ്ണങ്ങൾ രേഖ പോലും ഇല്ലാതെ എയർപോർട്ട് വഴി കൊണ്ടുവന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത്? അപ്പൊ സ്വർണത്തിനോടുള്ള താല്പര്യം കൂടുകയാണ്. സ്വർണം എപ്പോഴും ആൾക്കാരെ വാങ്ങിച്ച് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനോടുള്ള ഒരു ഇഷ്ടം ഇപ്പോഴും മാറിയിട്ടില്ല പബ്ലിക്കിന്. അതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ KK നായരാണ്, തൃപ്പൂണിത്തറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ KK നായർ, ഞാൻ പറയട്ടെ, അതായത് ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലെ പെൺകുട്ടികളോട് പറഞ്ഞ് അവർക്കൊരു ധാരണ വേണം. ഞാൻ കല്യാണത്തിന് സ്വർണം അങ്ങനെ ചോദിച്ചു വരുന്നത് കൊടുക്കും, വിവാഹത്തിന് സമ്മതിക്കില്ല. ആൺകുട്ടികൾക്കും അങ്ങനെ ഒരു ധാരണ വേണം. അതെ, അതായത് കുട്ടികളെ പറഞ്ഞ ചെറുപ്പത്തിലെ ഒരു 10 വയസ്സ് മുതൽ അവർക്ക് ആ ധാരണ രക്ഷകർത്താക്കളും സഹപാഠികളും ഒക്കെ കൊടുക്കണം. ഞങ്ങൾ അതിങ്ങനെയുള്ള കല്യാണത്തിന് തയ്യാറാവില്ല, ചോദിച്ചു വരുന്നവരെ ആട്ടിവിടും. നമുക്ക് മിനിമം കഴുത്തിലെ ഒരു മാല എന്നുള്ള സാമാന്യം പെൺകുട്ടികൾക്ക് ആവശ്യമാണ്. അത് ഒരു കമ്മല്, ചെറിയൊരു വള, അത് വീട്ടുകാർക്ക് അത് നമ്മൾ ഓരോരുത്തർക്ക് മാല വേണോ കമ്മൽ വേണോ, നമുക്ക് അതല്ല വിഷയം. മാലയോ കമ്മലോ എത്ര എണ്ണം ഇടുന്നു എന്നുള്ളതല്ല വിഷയം. ഇതെല്ലാം സ്വർണത്തിന്റെ തന്നെ വേണം. ആ സ്വർണത്തിന്റെ ഉള്ളത് ഒരു അഭിമാനത്തിന്റെ അടയാളമായിട്ട് കാണുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. അതെ, അത് ആ പ്രസ്ഥാനം അങ്ങനെ കാണുന്നത് തെറ്റില്ല. കാരണം പെൺകുട്ടികൾക്ക് കളിച്ചത് മാല ഒരു ഐശ്വര്യമാണ്, അത് നമ്മൾ കൊടുക്കണം. അത് ധരിക്കാൻ അവർക്ക് അനുവദിക്കണം. കഴുത്തിൽ താലി വേണം, ഒരു വള മിനിമം വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇക്കാര്യത്തിലൊന്നും ഏതെങ്കിലും ഒരു വ്യവസ്ഥ, ഒരു വള, ഒരു മാല, അങ്ങനെ വ്യവസ്ഥ ഒന്നും വെക്കാൻ കഴിയില്ല. ഇതൊരു മനോഭാവത്തിന്റെ വിഷയമാണ്. ഞാൻ സ്വർണ്ണം ഇട്ടാൽ ഞാൻ എന്തോ കൂടിയ ആളായെന്നും സ്വർണ്ണമില്ലെങ്കിൽ കുറഞ്ഞ ആളായും എന്നും തോന്നുന്ന ഒരു മനോഭാവം, അങ്ങനെയുള്ളവർ മാറണം. സ്ത്രീകൾ തന്നെ അത് തീരുമാനം എടുക്കണം. മറ്റുള്ളവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ശ്രീ KK നായർ, പുരുഷന്മാർ ഞാൻ അങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നില്ലെന്ന് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ തീരുമാനിച്ചാലും തീരില്ലേ പ്രശ്നം?
അത് തന്നെ അങ്ങനെ വരുമ്പോ കല്യാണം അങ്ങനെ വെച്ചാൽ അവർക്ക് പെണ്ണ് കൊടുക്കരുത്, അവർ വിവാഹിതാവാണ്ടിരിക്കട്ടെ. അപ്പൊ അവർക്ക് മനസ്സിലായി ഭാവിയിൽ പെൺകുട്ടികളെ തേടി വരണം. ഞാൻ എന്റെ വിവാഹത്തിന് ഒരു സാധനം സ്ത്രീധനം വാങ്ങിക്കില്ല എന്നുള്ള ശപഥമായിരുന്നു. അത് ഞാൻ പേപ്പറിൽ പരസ്യം ചെയ്താണ് വിവാഹം ചെയ്തത്. അപ്പോൾ പെൺകുട്ടിക്ക് മിനിമം വേണ്ടത് സാമാന്യ വിദ്യാഭ്യാസം വേണം, ജോലിയുള്ളവർക്ക് അത് ജീവിക്കാനുള്ള ദിവസം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്തപ്പോ ഈ സ്വർണ്ണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നമ്മളെ യുവതലമുറയോടാണ് പറയാനുള്ളത്. യുവതലമുറയായിട്ടുള്ള ആൺകുട്ടികളോട്, പെൺകുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികൾ ഒരു കാരണവശാലും സ്വർണം വേണ്ടെന്ന് പറയില്ല. അപ്പൊ നമ്മള് ആൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്നവര് ഒരു കാരണവശാലും ഡൗറി ചോദിക്കാണ്ട് എനിക്ക് ഇത്ര പവന് വേണം, ഇത്ര പവൻ, ഇത്ര ഇത് പറഞ്ഞ ആ ഡൗറിയുടെ സ്വർണത്തിന്റെ ലഭ്യത വേണ്ട എന്നുള്ള ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വർണമേ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വലിയൊരു സഹായമാവും. സ്വർണത്തിന്റെ ഈ ക്രാക്കി എന്തായാലും പറയുക, ക്രാക്കി എന്ന് പറയില്ല ഒരു ഭാഷയില്, അത് കുറച്ച് കമ്മിയാവും ആരും വാങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഗോപകുമാറാണ് പാലക്കാട് നിന്ന് പ്രതികരിച്ചത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ സമൂഹത്തിൽ സ്വർണം ഒരു അഭിമാനത്തിൻ്റെ അടയാളമായി കരുതിയിരുന്ന, അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഈ സാമ്പത്തികമായി അങ്ങനെ ശേഷിയില്ലാത്ത ആളുകളാണ് അത്തരം പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ. അവരുടെ മക്കളുടെയൊക്കെ വിവാഹം വരുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ പുറത്തൊരു ചടങ്ങിന് പോകുമ്പോൾ പോലും അയലത്തെ വീട്ടിലൊക്കെ പോയി മാല കടം മേടിച്ച് ഇട്ടുകൊണ്ട് പോവുക എന്നുള്ള അവസ്ഥയൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പൂർണ്ണമായും മലയാളി മറ്റ് മേഖലയിലൊക്കെ ഉണ്ടായ മാറ്റം ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. സ്വർണം ഇപ്പോഴും ഒരു വീക്ക്നെസ്സായി നിൽക്കുകയാണ്. എന്താണ് കാരണം? നമസ്കാരം. നമസ്കാരം. ഇന്നലെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ഒന്നുകൂടെ പറയുന്നു. ശരി, ഓക്കെ. ഞാൻ വിളിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നാണ്. ഇന്നത്തെ ഈ സബ്ജക്റ്റ് തന്നെ ഈ സ്വർണം ആഭരണം ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തെ പറ്റി ആയതുകൊണ്ട് വനിതകൾ ആരെങ്കിലും ഒക്കെ വിളിച്ചെന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുവരെ ഒരു വനിതയുടെ ശബ്ദം കേട്ടില്ല. ഇല്ല, ഞാനും കരുതി സ്ത്രീകളായ ആളുകൾ കൂടുതൽ വിളിക്കുമെന്നാണ് കരുതിയത്. വനിതകളൊക്കെ മനഃപൂർവ്വം വിളിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥിരം വിളിക്കുന്ന വനിതകളെ പോലും കാണുന്നില്ല. അവർക്ക് ഇതിനെതിരെ പറയാൻ പറ്റുമോ? ഈ അങ്ങനെ പറയരുത്. പുതിയ കാലത്തെ പെൺകുട്ടികളൊക്കെയാണ് ഇക്കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത്. സംഗതിയൊക്കെ ശരിയാണെന്നേ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മായിമ്മമാരുണ്ടെന്ന് ഓർക്കണം. അത് കുട്ടികളൊന്നും അല്ലല്ലോ. അവരെന്താ പറയാ, എന്റെ മോളെ ഇത്ര കൊടുത്താണ് വിട്ടത്, ഞാൻ ഇത്രയും കൊണ്ടാണ് വന്നത്, അത് കുറയാൻ പാടില്ല, അതിന്റെ ഇരട്ടി വേണമെന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും മാറുമോ? അപ്പൊ അതിന്റെ കൂടെ നോക്കൂ, നമ്മുടെ മലയാളികളുടെ സ്വർണത്തിനോടുള്ള ഭ്രമം എന്ന് പറഞ്ഞാല്, ശബരിമല അയ്യപ്പൻ പറഞ്ഞായിരുന്നോ എന്റെ ശ്രീകോവിൽ മുഴുവൻ സ്വർണം കൊണ്ട് പൊതിയണമെന്നും വാതിൽപ്പാളി സ്വർണ്ണമായിരിക്കണമെന്നും പറഞ്ഞോ? ഇല്ലല്ലോ. കൊണ്ട് അടിച്ചേൽപ്പിച്ചതല്ലേ അയ്യപ്പന്റെ മേൽ. എല്ലാവരും അവരവരുടെ ദൈവത്തിന്റെ മേൽ കൂടുതൽ സ്വർണം പൂശി എന്റെ ദൈവത്തിന്റെ ശക്തി കൂട്ടുന്നതും ഈ മകൾക്ക് കൂടുതൽ സ്വർണ്ണ പവൻ കൊടുക്കണമെന്ന് പറയുന്ന പോലെ ദൈവത്തിന് കൂടുതൽ സ്വർണം കൊടുത്താണ് ദൈവത്തിന്റെ ശക്തി കൂട്ടാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള മലയാളികളുള്ളത് എന്തെങ്കിലും കുറയോ ഈ പ്രശ്നം? നോക്കൂ, നമ്മുടെ തൃശ്ശൂർ പൂരം നോക്ക്, എത്ര ആനകളാണ് നെറ്റിപ്പട്ടം കെട്ടി നിരന്ന് നിൽക്കുന്നത്, മുഴുവൻ സ്വർണം കൊണ്ടുള്ള നെറ്റിപ്പട്ടം, അതിന്റെ കൂടെ കോലങ്ങള്, ഇതെല്ലാം കൂടെ നെറ്റിപ്പട്ടം കെട്ടി സ്വർണം പൂശിയിട്ടുണ്ടാവേ. സ്വർണം പൂശിയതാണ് അവരുടെ കയ്യിൽ നിറം പോവല്ലോ. അപ്പൊ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ആ ഒരു സംസ്കാരം മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമാണോ? ആരെങ്കിലുമൊക്കെ മാതൃക കാണിക്കണ്ടേ? മാതൃക കാണിക്കുന്നത് തന്നെ വളരെ കുറവ്. കല്യാണത്തിന്റെ എന്തുമാത്രം ആർപ്പാടത്തോടെ നടത്തുന്നത്, എത്ര ലക്ഷം രൂപ അതിനുവേണ്ടി പൊടിക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ? ശരിക്ക് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്താൽ തീർന്ന കാര്യമുള്ളൂ ഈ കല്യാണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം സുഹൃത്തുക്കൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ മാതൃക കാണിച്ച് സമൂഹത്തില് മാതൃക കാണിച്ച് മുന്നോട്ട് പോയാൽ ഇതിനൊക്കെ മാറ്റം വരും. മാറ്റം വരാതിരിക്കത്തൊന്നുമില്ല. പക്ഷെ അത് സമൂഹത്തിൽ ഇത്തരം മാതൃകകൾ ഉണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റം അനിവാര്യമായ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റു പലതിലും നമ്മൾ വലിയ മാറ്റങ്ങളിലേക്ക് പോയി. പക്ഷേ ഈ മേഖലയിലും മാറ്റം അനിവാര്യമാണ്. എന്തായാലും ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. മലയാളിക്ക് സ്വർണത്തോടുള്ള ഭ്രമം പൂർണ്ണമായും മാറുന്നില്ല. ഇപ്പോഴും സ്വർണം ഒരു ഭ്രമമായി നിൽക്കുന്നു. ലക്ഷം കടന്ന് സ്വർണത്തിൻ്റെ വില മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ഭ്രമത്തിൽപ്പെട്ട് ഉഴഴുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലൊക്കെ
സ്വർണം വാങ്ങാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച അളവിൽ സ്വർണം എത്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ പെട്ടുപോകുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ട്, മുംബൈയിൽ നിന്നും അജിതയാണ് വിളിച്ചത്. ശ്രീമതി അജിത, താങ്കൾ എങ്ങനെയാണ് ഈ മലയാളിക്ക് മറ്റ് മുംബൈയിലൊക്കെ ജീവിക്കുമ്പോൾ അറിയാം, ആ നാട്ടിലെ സ്ത്രീകൾ ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം ധരിച്ച് പോകണമെന്നൊക്കെ ആഗ്രഹം ഇപ്പോഴും ഉള്ളതും അല്ലെങ്കിൽ ധരിക്കുന്നവരുമാണ് മലയാളികൾ, സ്വർണം വാങ്ങിക്കൂട്ടുന്നവരാണ് മലയാളികൾ. എന്താണ് മലയാളിക്ക് ഈ സ്വർണത്തോട് ഈ മട്ടിലൊരു ഭ്രമം തോന്നാൻ കാരണം? അതെ 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 മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഭ്രമം. ഇവിടെ ഉള്ളവർക്കൊന്നും കാര്യമായിട്ട് ഭ്രമമില്ല. ആരെങ്കിലും ഒരാൾ മാലയൊക്കെ ഇട്ടെങ്കിൽ മാല ഇടുന്നത് മലയാളികളെ. ഇവിടത്തെ ഉള്ളവര് സാധാരണ മുത്തുമാലയും മറ്റേ സ്വർണ്ണ കളറൊക്കെ ഇടുന്നല്ലാണ്ട് ഒക്കെ ഇമിറ്റേഷനാ, കണ്ടറിയാം ഞങ്ങൾക്ക്. ഈ ഇവിടെ ഇടുന്നവരൊക്കെ മലയാളികളാ. നാട്ടിലെ ആ സംവിധാനം മൊത്തം മാറണം, എന്നാലേ സ്വർണത്തിന് വില കുറയുള്ളൂ. കാരണം കല്യാണത്തിന് സ്വർണം ഇല്ലെങ്കിൽ അതൊരു കല്യാണമല്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നുവെച്ചാ വന്ന് നോക്കണവരെ എല്ലാവരും ഇങ്ങനെ നോക്കണത് എത്ര സ്വർണ്ണോട്ട് പെണ്ണ്, എത്ര എന്താണ് പണക്കാരാണ് അവര്, അങ്ങനെയാണ് അവർ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ഗവൺമെന്റാണ്. ഗവൺമെന്റ് പറയണം ഇത്ര സ്വർണ്ണോട്ട് കല്യാണം കഴിച്ചാൽ അതിനെ ഒരു നിയമമൊക്കെ വരുത്തണം, ഇത്ര സ്വർണം കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നിയന്ത്രണം വരും. ഇതങ്ങനെയല്ല, ഇത് കാശുകാരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഒരുപാട് ഇട്ടാണ്. ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം വില കൂടി വന്നപ്പോ ഇപ്പൊ 50 ലക്ഷം രൂപയുടെ മാല അല്ലെങ്കിൽ 25 ലക്ഷം രൂപയുടെ 75 ലക്ഷം അങ്ങനെയാണ് ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം മാറണം, അതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ വ്യക്തമാണ്. അത് മറ്റ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പലപ്പോഴും നമ്മൾ അത്തരം മുംബൈയോ ഡൽഹിയോ അല്ലെങ്കിൽ അത്തരം പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രായമായ അല്ലെങ്കിൽ മധ്യവയസ്സിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ സ്വർണ്ണമാല ഇട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം പേരും മലയാളികളായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് മലയാളിക്ക്. ശ്രീ സന്തോഷാണ് കട്ടപ്പനയിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞത് സാറേ വേറൊന്നുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഹൈറേഞ്ചിയെ സംബന്ധിച്ച് നമ്മൾ കാപ്പിക്കുരു വരച്ചോ അല്ലെങ്കിൽ കുരുമുളക് വരച്ചോ ഒക്കെ ഉണ്ടാക്കുന്ന എൻ്റെ അമ്മയായാലും എൻ്റെ ഭാര്യ ആയാലും എൻ്റെ കുഞ്ഞുങ്ങളായാലും ഒരു തരി പൊന്നുണ്ടാക്കി വെച്ചാൽ നാളെ തലമുറയ്ക്കുള്ളത് ബാലൻസ് അങ്ങനെ കാണുന്നേ. ഒരുപക്ഷെ ഞാൻ ചോദിച്ചാൽ എനിക്ക് തരത്തില്ല, വേറെ ആഴ്ചയിൽ ആരും കുറിക്കില്ല. അങ്ങനെ സൂക്ഷിക്കുക, അത് ഒത്തിരിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലാകുന്നത് എനിക്കറിയില്ല. അതിന് വില കൂടുന്നതിന് നന്മയാണ്, നമസ്കാരമാണ്. പക്ഷെ അതായത് പിടിച്ചു വരയ്ക്കാൻ പോകുന്നവന്റെ എന്താ പറയുക, അവനൊക്കെ ജന്മത്ത് ഒന്നും നടക്കില്ല. അത് അവരങ്ങനെയാണ്. കാപ്പിച്ചോട്ടി പോയിരുന്നിട്ട് ഓരോ കാപ്പിക്കുരും പെറുക്കിരുന്നിട്ട് എൻ്റെ അമ്മ ഒരു പൊന്നുണ്ടാക്കി കടുത്തിട്ട് കഴിഞ്ഞാൽ അത് പോയി പൊട്ടിക്കുന്നവൻ ആരായാലും ജന്മത്തിന് ശബരിയല്ല എന്നെനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ സന്തോഷാണ്. അങ്ങനെ ആളുകളൊക്കെ അത്തരം അധ്വാനിച്ച് അവരൊക്കെ അങ്ങനെ ഒരു സ്വർണം എടുക്കുന്നത് ഈ ലക്ഷ്യം കൂടെ, ഭാവിയിൽ ഒരു ആവശ്യം വന്നാൽ എടുക്കാം എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയൊക്കെയാണ്. പക്ഷേ അപ്പോഴും മലയാളിക്ക് ഭ്രമം എന്ന് പറയുന്ന സാധനം അതിങ്ങനെ ഒരു മിഥ്യാഭിമാനമായി പലയിടത്തും നിൽക്കുന്നു എന്നിടത്താണ് പ്രശ്നം. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മലയാളി ഒരുപാട് മാറി, പലതിലും വിപ്ലവകരമായ മാറ്റം, അടിമുടിയൊക്കെ മാറിയവരാണ്. പക്ഷേ ഈ സ്വർണത്തോടുള്ള ഭ്രമത്തിൽ മാറ്റമുണ്ട്. പക്ഷേ ആ മാറ്റം ഇപ്പോഴും അങ്ങനെ ഒരു അടിമുടി മാറ്റത്തിന് മലയാളി തയ്യാറല്ല. എന്തുകൊണ്ടാവും? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, എന്താണ് ഈ വിഷയം എടുക്കാത്തതെന്ന്. ഞാൻ പല ഓരോ ദിവസങ്ങളിൽ വലിയ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായി എടുക്കണമെന്ന് വിചാരിച്ചാണ്. പലപ്പോഴും സ്വർണ്ണത്തിന്റെ വില കൂടുമ്പോഴും ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ എടുക്കണമെന്ന് കരുതിയതാണ്, പക്ഷെ നടന്നില്ല. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ പല കാര്യങ്ങളിലും ചില ഈ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ഒരു കക്ഷിയാണ് ഞാൻ. ഈ ഇത്രത്തോളം ഇരിക്കുന്ന നമ്മുടെ ജ്വല്ലറികളിൽ ഇരിക്കുന്ന സ്വർണം, കാരണം മലയാളികൾക്ക് ഒട്ടേറെ കാര്യങ്ങളിൽ അഭിമാനിക്കാവുന്നതുകൊണ്ട്. എന്തിലൊക്കെയാണെന്ന് അറിയാമോ? ഏറ്റവും അധികം ആർഭാടത്തിൽ ജീവിക്കുന്നവര്, ഏറ്റവും അധികം ജങ്ക് ഫുഡ് കഴിക്കുന്നവര്, ഏറ്റവും അധികം വസ്ത്രങ്ങൾ, ആർഭാടപൂർവമായ വസ്ത്രങ്ങൾക്ക് വേണ്ടി സമയവും പണവും ചെലവഴിക്കുന്നവര്, ഏറ്റവും ആദ്യം സ്വർണത്തിന് അതുപോലെ തന്നെ പണവും അതുപോലെ തന്നെ മറ്റെല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും സ്വർണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ നമ്മുടെ രാജ്യത്ത്, ലോകത്ത്, ഞാൻ പുറത്തെ കാര്യം എനിക്കറിയത്തില്ല, നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഈ 5 കാര്യം എടുക്കുക. സ്വർണം മാത്രമല്ല കേട്ടോ. അതേപോലെ എനിക്ക് വളരെ വിഷമത്തോടെ ഈ പറഞ്ഞ മുൻപന്തിയിൽ നിൽക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ വേദനയോടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഏറ്റവും അധികം മാരക രോഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതും മലയാളികളാണെന്നാണ് ഞാൻ ഈ അടുത്തൊരു കണക്ക് ഒരു മീഡിയയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്
ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഒരു വലിയ കേന്ദ്രമാണ് നമ്മുടെ ഏറ്റവും സാധ്യത. മുതലാളിമാരിപ്പോ ഈ ഏറ്റവും കൂടുതൽ സമ്പത്ത് മുടക്കുന്നത് കേരളത്തിലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഒരു ജുവലറിയുടെ പേര് പറയുന്നില്ല, വൻകിട ജുവലറികളുടെ കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും മുന്നിൽ ജനസംഖ്യാനുപാതികമായും സംസ്ഥാനത്തിന്റെ വലിപ്പം കൊണ്ടും ചെറുതായിട്ടുള്ള ആനുപാതികമായിട്ട് നോക്കിയാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വലിയ വലിയ ജുവലറികൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ കേരളത്തിലെ കണക്ക് വലിയ ഒരു ജുവലറികളും വലിയ കച്ചവട സ്ഥാപനങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാർഷികമായും വ്യാവസായികമായും വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് വേണം. പ്രദീപാണ് കൊല്ലത്ത് നിന്നും. ശ്രീ പ്രദീപ്, ഈ മലയാളിക്ക് മറ്റു നാടുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ചിലരൊക്കെ പറയുന്ന കണക്ക് അങ്ങനെ ആധികാരികമായ കണക്കില്ലെങ്കിലും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുള്ള നാടാണ് കേരളം എന്നൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതൊരു കൃത്യമായ കണക്കായില്ല, എന്തായാലും ഒരു കണക്ക് കൃത്യമായെങ്കിലും അല്ലെങ്കിലും സാധാരണ മറ്റു കടകളെ അപേക്ഷിച്ച് സ്വർണ്ണക്കട കൂടുതലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ സ്വർണം കുടിച്ചെടുക്കുന്നില്ല, ഖനനം ചെയ്യുകയാണ്. അതിന് എത്ര രൂപ ചെലവുണ്ട്? 1 കിലോ സ്വർണം ഖനനം ചെയ്യുന്നതിന് എത്ര രൂപ ചെലവുണ്ട്? ഇന്ന് നമ്മളെ നാട്ടില് ഇത്രയധികം ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ്, ഗവൺമെന്റ്, പിന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതെല്ലാം സ്വർണം വായ്പ കൊടുക്കാൻ അവർ പരസ്യം ചെയ്യുക. ഞങ്ങൾ 1 രൂപയ്ക്ക് വരും, 90 പൈസക്ക് കൊടുക്കുക. ഇത് എവിടുന്ന ഇത്? ഇവന്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടല്ലേ, എന്റെ കയ്യിൽ 1 പവൻ സ്വർണം ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ കൊണ്ട് പണയം വെക്കുന്നത്. പറഞ്ഞോളൂ. അപ്പൊ നമ്മളെ കയ്യിൽ 1 പവൻ ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ കൊണ്ടുപോയി പണയം വെക്കുന്നത്. പിറ്റേന്ന് നമ്മൾ പോയി എടുക്കും, അല്ലേ? അപ്പൊ ഈ 1 പവന്റെ ആഭരണം സൂക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമായതുകൊണ്ടല്ലേ. ശ്രീ പ്രദീപ്, നമ്മള് സ്വർണം ഒരു നിക്ഷേപം എന്ന നിലയ്ക്കോ മറ്റ് രീതിയിലോ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല നമ്മുടെ വിഷയം. ഈ സ്വർണം നമ്മുടെ ചടങ്ങുകളിലൊക്കെ ഒരു അനിവാര്യ വസ്തുവായി മാറുന്നത് സാമൂഹ്യമായി ഒരു ശരിയാണോ എന്നുള്ള വിഷയമാണ്. 96 കല്യാണം കഴിക്കുമ്പോ എനിക്ക് 45 പവന്റെ സ്വർണം കിട്ടി. എനിക്ക് 45 പവന്റെ സ്വർണം അവർ തന്നു. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എത്ര പവന്റെ സ്വർണം കിട്ടിയില്ലെന്നുള്ളതല്ല വിഷയം. ഇല്ല, അത് പക്ഷെ അത് നമുക്ക് അവര് നമുക്കൊരു സന്തോഷത്തോടെ തന്നു, നമ്മൾ സൂക്ഷിച്ചു, നമ്മളൊരു ഭവനം. അത് എല്ലാവരും താങ്കൾ ചിലപ്പോൾ സന്തോഷത്തോടു കൂടിയായിരിക്കും തന്നത്. പക്ഷേ താങ്കളുടെ അതേപോലെ ഭാര്യയെ പോലെ ആ പ്രായത്തിലുള്ള അവരുടെ ഒരു സുഹൃത്ത് അവരുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ കൊടുക്കാൻ കാണില്ല. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു തീകോരിയിടുകയാണ്, എൻ്റെ മകളെ എങ്ങനെ 45 പവനിൽ കുറച്ച് കല്യാണം കഴിച്ചയക്കും എന്നുള്ളൊരു തീകോരിയിടുകയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാവുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ശരി, ഓക്കെ പ്രദീപ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ സ്വർണത്തോട് മലയാളിക്ക് ഒരു വല്ലാത്ത ഭ്രമമുണ്ട്. അതിന് കല്യാണത്തിനായാലും ദൈവങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം സ്വർണത്തോടുള്ള ഒരു വലിയ ഭ്രമം അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? സാർ നമസ്കാരം. നമസ്കാരം. ഇതൊന്നും പാവപ്പെട്ടവനെ ബാധിക്കുന്ന പ്രശ്നമല്ല സാർ. പാവപ്പെട്ടവന് സ്വർണത്തിന് വില കയറിയത് എന്താ സാർ? പാവപ്പെട്ടവന് പ്രശ്നം എന്തൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സാർ? ശ്രീ ബാലകൃഷ്ണൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് പാവപ്പെട്ടവനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്നത്. ഈ സ്വർണത്തിന് വില കൂടുന്നതോ കുറയുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനത്തിന് രൂപയുടെ മൂല്യം ഇടിയുന്നതോ കൂടുന്നതോ അല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ ഒരു നൂലുകെട്ടിന് അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിനൊരു സ്വർണം വേണം എന്നൊരു സാമൂഹ്യ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോഴും മോചിതരായിട്ടില്ല. അപ്പോൾ അത് വാങ്ങാൻ ശേഷിയില്ലാത്ത ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത്. ആ വ്യവസ്ഥ മാറ്റണമെന്നാണ് നമ്മൾ പറയുന്നത്, അല്ല സ്വർണത്തിന് വില കൂട്ടണമെന്നോ കുറയണമെന്നോ അല്ല പറയുന്നത്. അല്ല സാർ, ഇപ്പൊ സ്ത്രീക്ക് അങ്ങോട്ട് സ്ത്രീധനം സ്വർണം കൊടുത്തിട്ട് സ്വീകരിക്കാൻ ചെറുപ്പക്കാർ എന്റെ വടകരയിലുണ്ട്, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ. അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കാം, സ്വർണം കൊടുക്കാം. സ്ത്രീ എവിടെയും കിട്ടാനുണ്ടോ? പെൺകുട്ടികളെ കിട്ടാനില്ല സാർ. പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പിടിച്ചു പറിക്കാരും സ്വർണ്ണക്കള്ളന്മാരും ബലസി നടക്കും. സ്വർണ്ണക്കള്ളന്മാർക്കൊക്കെ സുഖ. ഇത് വില കൂടിയാൽ അവർക്ക് എളുപ്പത്തിൽ വലിയ ഭാരമൊന്നുമില്ലാത്ത മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകാനും വലിയ കനമൊന്നും കൊണ്ടുപോകുമ്പോൾ ആരും പിടിക്കത്തില്ല. അതുകൊണ്ട് അത് വളരെ സ്വർണ്ണക്കള്ളന്മാരെ ശ്രദ്ധിക്കണം കേരളത്തിൽ. അതാ വേണ്ട സ്വർണത്തിന് വില കൂടിയാൽ സ്വർണ്ണക്കള്ളന്മാരെ വിലസുന്ന ഒരു കാലഘട്ടമായത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഭഗവാൻ അയ്യപ്പനും മറ്റേൾക്കും ഇത് ചാർത്തുന്നത് കൊണ്ടാണ് സ്വർണത്തിന് വില വരുന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഭഗവാൻ അയ്യപ്പനൊന്നും സ്വർണ്ണം ഇട്ട് വേണ്ടതാണ്. അയ്യപ്പന് സ്വർണ്ണം അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞോ? ഇവിടെ അങ്ങനെ പറഞ്ഞല്ലോ, ആരും പറഞ്ഞില്ലല്ലോ. ദൈവത്തിനായാലും മകൾക്കായാലും കൂടുതൽ സ്വർണം കൊടുക്കണമെന്നുള്ള ഒരു മിഥ്യാഭിമാനത്തിൽ നിൽക്കുന്നവരാണ് മലയാളികൾ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ സ്വർണം ഉള്ളത് കൊണ്ടാണ് സ്വർണത്തിന് വില കൂടിയെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. താങ്കൾ വളച്ചൊടിക്കരുത്.
അങ്ങനെ മലയാളികൾ പാവപ്പെട്ടവരൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ. ആ വിഷയം തർക്കിക്കണമെങ്കിൽ പാവപ്പെട്ടവരൊന്നും ആരും സ്വർണം കൊടുത്തിട്ടില്ല. അതല്ല വിഷയം. അവിടെ ശബരിമലയല്ല, ഏത് ക്ഷേത്രമായാലും ഏത് പള്ളിയായാലും അവിടെയൊക്കെ സ്വർണം കൊടുക്കണം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മകൾക്ക് കൂടുതൽ സ്വർണം അണിയിച്ച് നിർത്തണം എന്നുള്ള മനോഭാവം ഉണ്ടല്ലോ. ആ മനോഭാവം തെറ്റാണ് എന്നാണ് പറഞ്ഞത്. അല്ല സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പാവപ്പെട്ട അന്നാഹാരം കഴിക്കാൻ വഴിയില്ലാത്തതിന് എന്തിന് സ്വർണം കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ ക്ഷേത്രത്തിൽ? അങ്ങനെ കൊടുത്തോളണം എന്നൊരു നിയമമായിട്ടുണ്ടോ? അപ്പൊ അതും അമ്പലവും അയ്യപ്പനുമായിട്ട് ഈ സ്വർണമായിട്ടൊന്നും ആരും ഉപമിക്കുമെന്ന് വേണ്ട. അങ്ങനെയൊക്കെ ഉപമിക്കും ശ്രീ ബാലകൃഷ്ണൻ, അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. ബാലകൃഷ്ണൻ അതിനെ വേദനപ്പെടേണ്ട കാര്യവുമില്ല. അയ്യപ്പൻ ഈ സ്വർണം വില കയറിയ അയ്യപ്പന്റെ വിഷയമല്ലല്ലോ ഇവിടെ ചർച്ച. ഏത് ആരാധനാലയമായാലും അത് പറയുമ്പോ പറയേണ്ടിയിരുന്നല്ലോ. അതെന്തിനാ അങ്ങനെ പറയണം? ഏത് ആരാധനാലയം? പള്ളികളിൽ സ്വർണം പൂശുന്നില്ലേ? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര സ്ഥലത്ത്? ശബരിമലയിൽ മാത്രമാണോ? താങ്കളുടെ ഈ വളഞ്ഞ കണ്ണുകൊണ്ട് താങ്കൾ എവിടെയും കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ താങ്കളുടെ കണ്ണെത്തൂ. അതിന് എന്റെ കുഴപ്പമല്ലത്. എന്റെ കൃത്യമായിട്ട് പറയും. സത്യം പറയുന്നവനെ എന്നും ബാലകൃഷ്ണൻ സത്യം പറയുന്നതല്ല എനിക്ക് പറയാനുള്ളത്. വളച്ചൊടിക്കാതെ സത്യം പറയൂ, സത്യസന്ധമായി പറയൂ. ഇവിടെ എത്രയോ പേര് സംസാരിച്ചു. ബാലകൃഷ്ണൻ മാത്രം ശബരിമല ഒരു വിഷമമായി തോന്നിയ എന്താണ്? ശബരിമല മാത്രമല്ല, കേരളത്തിലെ ഏത് ആരാധനാലയമായാലും അവിടെയൊക്കെ സ്വർണം കൊണ്ട് നിറയ്ക്കണം എന്നുള്ള ബോധം, അത് ശരിയായ ബോധമാണോ എന്നുള്ളതാണ് വിഷയം. സാർ, അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി അയ്യപ്പനായാലും ആരുടേതായാലും, അയ്യപ്പൻ മാത്രമല്ലല്ലോ സ്വർണ്ണമുള്ള ദൈവം. ഒരുപാട് ദൈവങ്ങളുടെ മുന്നിൽ ആരാധനാലയങ്ങളിൽ സ്വർണ്ണമില്ലേ? താങ്കളെ അയ്യപ്പനെ മാത്രമായി കാണുന്നതിന് ഈ സ്വർണത്തിന്റെ വില കയറിയ അയ്യപ്പനായിട്ട് എന്ത് ബന്ധാ? ശരി, ബാലകൃഷ്ണനോട് എത്ര പറഞ്ഞൊരു കാര്യമില്ല എന്ന് എനിക്കറിയാം. അയ്യപ്പനടക്കം സ്വർണം പൂശുന്ന വിവരമില്ലാത്ത ആൾക്കാരാണെന്നുള്ള അർത്ഥത്തിലല്ലേ അദ്ദേഹം സംസാരിച്ചത്? ശരി, അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല ശ്രീ ബാലകൃഷ്ണൻ. അതിലൊന്നും ഒരു സാറിന് കുഴപ്പമുണ്ടാവില്ല. ആർക്കും കുഴപ്പമില്ല. ഇതില് ഈ സ്വർണത്തിന്റെ നാട്ടിൽ ആർക്കും കുഴപ്പമില്ല. ബാലകൃഷ്ണൻ അല്ലാതെ ആർക്കും കുഴപ്പമില്ല. ഏത് ആരാധനാലയത്തിലായാലും സ്വർണത്തെ ഒരു മഹത്തരമായ വസ്തുവാണെന്നും അതൊരു അഭിമാനത്തിന്റെ അടയാളമായും കാണുന്നത് മാറണമെന്ന് തന്നെയാണ് പറയുന്നത്. കേരളത്തിൽ സ്വർണ്ണ കള്ളന്മാരെ സൂക്ഷിക്കണം. അത് എന്തായാലും നടത്തിക്കോളൂ. ഒരുപാട് കള്ളന്മാരുണ്ടല്ലോ. ലക്ഷത്തിന് മേലോട്ട് സ്വർണത്തിന് വരുമ്പോ സ്വർണ്ണ കള്ളന്മാർ. ശരി, ഓക്കെ. ശ്രീ ജോബിയാണ് വിളിക്കുന്നത്. ശ്രീ ജോബി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മലയാളികളുടെ ചിന്താഗതി മാറണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ കാണുന്നതും ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിലും ധാരാളം മലയാളികളുടെ ജ്വല്ലറിയാണ് ഉള്ളത്. അതുപോലെ മലയാളികളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, സത്യമാണ്. പക്ഷേ പൊതുവെ ലോകത്ത് നോക്കുമ്പം ഇന്ത്യക്കാരാണ്. പക്ഷേ ഇന്ത്യക്കാര് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുമ്പം പൂർണ്ണമായിട്ടും ഗോൾഡിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നല്ലതല്ല. ഇപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ സിൽവറിനും കോപ്പറിനും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെയ്യാവുന്ന എന്താന്ന് ചോദിച്ചാല് ഈ റെന്റിനൊക്കെ എടുക്കുന്ന ആഭരണങ്ങൾ, ജ്വല്ലറി ഇത് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ ആ ഒരു ഇതിലേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ പോലും കാര്യമില്ല യഥാർത്ഥത്തിൽ ശ്രീ ജോബി. അങ്ങനെ ഒരു സ്വർണം റെന്റിനെടുത്ത് നമ്മൾ സ്വർണം ഇട്ടാലേ നമ്മുടെ കല്യാണം പൂർണ്ണമാകും എന്നുള്ള കാര്യമൊന്നുമില്ല. പല ജ്വല്ലറികളും പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് വടക്കോട്ടൊക്കെയാണ് കൂടുതൽ ഈ ട്രെൻഡ് ഉള്ളത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ സാധാരണക്കാർക്ക് താൽക്കാലികമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ശ്രീ പാഞ്ചാലിയാണ്, കൊങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പാഞ്ചാലി, താങ്കളുടെ അഭിപ്രായം വളരെ വേഗത്തിൽ പറയാം. സാറേ, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ ഈ സ്വർണ്ണ നിരോധനം, നോട്ട് നിരോധനം വന്നതുപോലെ നമ്മുടെ കേരളത്തിൽ സ്വർണ്ണ നിരോധനം തന്നെ കൊണ്ടുവരണം സാർ. എങ്കിലാണ് ഏറെക്കുറെ കുടുംബങ്ങളും രക്ഷപ്പെടും. അതുപോലെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളും ഇന്നത്തെ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരു 100-ൽ 60% ഈ സ്വർണത്തിന്റെ പേരിൽ പിടിച്ചുപറി. പാഞ്ചാലി, നമുക്ക് ഈ നിരോധനം ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. അങ്ങനെ നിരോധിക്കാന്നുള്ളതല്ലോ. അല്ല, നിരോധനം പരിഹാരമല്ല സാറേ. പക്ഷെ ഈ സ്വർണത്തിന് ഇത്രയും ലക്ഷങ്ങൾ കവിഞ്ഞിട്ടുള്ളതായ ഒരു വില വരുന്ന സമയത്ത് സാധാരണക്കാരന്റെ നടുവൊടിയുന്ന പോലെയും അതുപോലെ തന്നെയാണ് ഉള്ളവർക്ക് എങ്ങനെയായാലും അത് കഴിഞ്ഞു പോകും. പക്ഷെ ഇല്ലാത്ത ജനങ്ങൾക്ക് അത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായങ്ങൾ അത്രയും ഈ സ്വർണത്തോടുള്ള ഭ്രമം പാടില്ല എന്ന മട്ടിൽ തന്നെയാണ്
പക്ഷേ ചിലരെങ്കിലും ചൂണ്ടിക്കാണിച്ചു പൊതുവേദികളിൽ അല്ലെങ്കിൽ പരസ്യമായ ചാനലുകളുടെ മുന്നിൽ എന്നൊക്കെയാണ് ചിലർ പറഞ്ഞത്. അങ്ങനെ എവിടെയായാലും പരസ്യമായി നിൽക്കുമ്പോൾ അതിനെയൊക്കെ എതിർക്കുകയും എതിർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും രഹസ്യമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വകാര്യമായ ഇടങ്ങളിൽ ഈ സ്വർണ്ണത്തോടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആർത്തി, ഒരു അഭിനിവേശമൊക്കെ ശക്തമായി നിലനിർത്തുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പൂർണ്ണമായും അത്തരമൊരു മാറ്റം കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. അത് നിരോധിക്കണമെന്നുവരെയൊക്കെ ശ്രീമതി പാഞ്ചാലിയെ പോലുള്ള ആളുകളൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഭീതിതമാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ സ്വർണം ഉണ്ടാക്കുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത്തരം വാക്കുകൾ. അങ്ങനെയുള്ള സാധാരണ മനുഷ്യരാണ് എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ ഇത്തരം ആചാരങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ആഡംബരങ്ങളിൽപ്പെട്ട് ഉഴറിപ്പോകുന്നത്, ജീവിതം ഗതിയറ്റു പോകുന്നത്. അത്തരം ഒരു തിരുത്തലുകൾ കൂടി നമ്മുടെ സമൂഹത്തിന് അനിവാര്യമാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.